നമസ്കാരം. ആ കുഴിയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ആളുകൾ ശരിക്കും സന്തോഷത്തോടു കൂടിയാണ് മുകളിലേക്ക് ഉയർന്നു വരുന്ന ആ ഗോൾഡൻ പ്രകാശത്തെ നോക്കിക്കണ്ടത്. ഹാരോണും കൂടെയുള്ള ആളുകളൊക്കെ വളരെ ആവേശത്തോടുകൂടി അങ്ങനെ ആ സുവർണ പ്രകാശത്തിലേക്ക് നോക്കുമ്പോഴേക്കും ആ സുവർണ പ്രകാശം ആ കരയ്ക്ക് മുകളിലെത്തി. നേരത്തെ അവർ ആ കുഴിയിലേക്ക് പറഞ്ഞു വിട്ട ആ പച്ച തൊപ്പി ധരിച്ച മനുഷ്യനും ആ പെൺകുട്ടിയുമാണ് മുകളിലേക്ക് എത്തിയിരിക്കുന്നത്. കരയിലേക്ക് മാർക്ക് ഫെല്ലറും ഷിയാവും എത്തിയതും ഹാരോൺ ബ്ലാക്ക് മാർക്കിനോട് ചോദിച്ചു, ഏയ് എവിടെ ആയുധം? അത് കേട്ടതും മാർക്ക് അയാളോട് ചോദിച്ചു, അല്ല ഈ നോർത്തേൺ മേഖലയിൽ നിങ്ങൾ മാർഷൽ ആർട്ടിസ്റ്റുകളെ യോജിപ്പിക്കാൻ പോവുകയാണെന്ന് കേട്ടു. അങ്ങനെ യോജിപ്പിക്കുമ്പോൾ ഉറപ്പായും അവിടെ ഒരു ലീഡർ വേണമല്ലോ, എന്നെ ലീഡർ ആക്കൂ. മാർക്ക് ഫെല്ലറുടെ ആ ചോദ്യം കേട്ടതും അവിടെയുള്ള ആളുകളൊക്കെ അറിയാതെ ചിരിച്ചു പോവുകയാണ്. ഒരു ഇന്നസെന്റ് പാസ്റ്റ് മാസ്റ്റർ മാത്രമായ ആ ചെറുപ്പക്കാരൻ അവർക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന ആളേ അല്ല. എന്നിട്ടും അവൻ ഇതാ അവരെ പോലുള്ള ആളുകളുടെ ലീഡർ ആകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. മാർക്കിന്റെ ആവശ്യം കേട്ടതും ഹാരോൺ മാർക്കിനോട് ചോദിച്ചു, ഏയ് നീ എന്താ ഈ ചോദിക്കുന്നത്? ഒരു പാസ്റ്റ് മാസ്റ്ററായ നിനക്ക് എങ്ങനെയാ ഈ നോർത്തേൺ മേഖലയിലെ ആളുകളുടെ തലവനാകാൻ കഴിയുക? ചോദിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഇല്ലേ? ഹാരോൺ വ്യക്തമായിട്ട് അത് പറഞ്ഞതും മാർക്ക് ഒരിക്കൽ കൂടി ഹാരോണിനോട് ചോദിച്ചു, അപ്പോ എന്നെ അസോസിയേഷന്റെ തലവനാക്കില്ലേ? ഏയ് നീ എന്താ പൊട്ടം കളിക്കുകയാണോ? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? ഹാരോണിന് ചെറുതായിട്ട് ദേഷ്യം വന്നു തുടങ്ങി. ആ ദേഷ്യം അയാൾ ഒളിച്ചു വെച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, എവിടെയാ ഡിവൈൻ വെപ്പൺ? അതാ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ മാർക്ക് പറഞ്ഞിട്ട് അവൻ്റെ കൈ ഒന്ന് തുറന്നതും ഹാരോൺ മാർക്കിനടുത്തേക്ക് വന്നു. മാർക്കിനടുത്തേക്ക് വന്ന ഹാരോൺ മാർക്കിന്റെ ആ തുറന്ന കൈയിലേക്ക് നോക്കിയതും മാർക്ക് ഇടത് കൈ കൊണ്ട് ഹാരോന്റെ കഴുത്തങ്ങ് പിടിച്ചു. ശരിക്കും അപ്രതീക്ഷിതമായിട്ട് മാർക്ക് ഫെല്ലർ ഹാരോന്റെ കഴുത്തി പിടിച്ചിട്ട് ഹാരോനെ പിടിച്ചങ്ങ് ഉയർത്തി. ബ്ലാക്ക് കുടുംബത്തിന്റെ ശരിക്കും കൃത്യമായ അനന്തരാവകാശിയായ ഹാരോൺ ബ്ലാക്കിനെ ഇതാ ആ ചെറുപ്പക്കാരൻ കഴുത്തി പിടിച്ച് പൊക്കി നിർത്തിയിരിക്കുന്നു. ആ കാഴ്ച വല്ലാത്തൊരു അമ്പരപ്പും ഞെട്ടലും ആ കൂടി നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാക്കുകയാണ്. മാർവൽ ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, ഏയ് നീ എന്തായി കാണിക്കുന്നത്? അതേ ചോദ്യം തന്നെ ഫെഡറിക്കും ചോദിക്കുകയാണ്. അവർ രണ്ടുപേരുടെയും ചോദ്യത്തിന് ഉത്തരം പറയാതെ മാർക്ക് ഹാരോന്റെ കഴുത്തിൽ ഒന്നുകൂടി മുറുക്കി. അതിനുശേഷം ഹാരോണ്ടായി മാർക്ക് പറഞ്ഞു, എന്നെ നിങ്ങളുടെ അസോസിയേഷന്റെ നേതാവായി വെക്കോ ഇല്ലയോ? ഹാരോൺ ബ്ലാക്കിനെ ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ശൈലിയിൽ മാർക്ക് ആ കൈ അങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ ഹാരോൺ ശരിക്കും പെട്ടതുപോലെയായി. അവനൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. മാർക്കിന്റെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ വല്ലാതെ ശ്വാസം മുട്ടലോടുകൂടി കണ്ണു തുറിച്ച് മാർക്കിനെ ഹാരോൺ ബ്ലാക്ക് നോക്കുമ്പോൾ മാർക്കിനടുത്തേക്ക് ഓടി വരികയാണ് മാർവൽ. അതിന്റെ കാരണം ഹാരോന്റെ അവസ്ഥയാണ്. ഹാരോന്റെ കണ്ണ് തള്ളി വരുന്നത് മാർവൽ കണ്ടിരുന്നു. മാർവൽ ഓടി വരുന്ന കണ്ടതും മാർക്ക് മാർവലിനോട് ചോദിച്ചു, നിങ്ങളല്ലേ മാർവൽ? അതെ ഞാനാ. മാർവൽ, നിങ്ങളെക്കുറിച്ച് എൻ്റെ ഫ്രണ്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു. എൻ്റെ ഫ്രണ്ട് എന്നോട് ആവശ്യപ്പെട്ടത് നിങ്ങളെ കൊല്ലാനാണ്. മാർക്ക് ഫെല്ലർ പറഞ്ഞ വാചകം കേട്ടപ്പോൾ മാർക്കിനടുത്തേക്ക് ഓടി വരികയായിരുന്ന മാർവൽ ഒന്ന് നിന്നു. അയാൾ ലേശ കൗതുകത്തോടെ മാർക്കിനൊന്ന് നോക്കി. എന്നെ കൊല്ലാനോ? നീയാ? ആരാ നിന്റെ ഫ്രണ്ട്? അത് ഞാൻ പറയാം. നിനക്കൊരു വിന്നി ഫാങ്ങിനെ അറിയാമോ? വിന്നി ഫാങ്ങിനെ അറിയാമോ എന്ന് മാർക്ക് ചോദിച്ചതും മാർവലിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആര് വിന്നിയുടെ സുഹൃത്താണോ നീ? അവള് ഒരു അടിപൊളി സാധനമാണ്. പക്ഷേ എനിക്ക് പിടി തരാതെ അവൾ ചാടിക്കളഞ്ഞു. എന്തായാലും എനിക്ക് അവളെ കിട്ടും. വിന്നി ഫാങ്ങിന്റെ പേര് പറഞ്ഞതും ഫെഡറിക്കും പെട്ടെന്ന് മാർക്കിനോട് പറഞ്ഞു, അതെ അവൾ ചാടിക്കളഞ്ഞു. ഫെഡറിക്കും അത് പറഞ്ഞതും മാർക്ക് തന്റെ ഇടത് കൈ ഒന്ന് അയച്ച് ഹാരോണിനെ താഴെ ഇറക്കി. മാർക്കിന്റെ അടുത്തുനിന്ന് ഏതാനും സ്റ്റെപ്പ് പുറകിലേക്ക് ഓടി മാറിയ ഹാരോൺ ശ്വാസം വലിച്ചെടുത്തിട്ട് ഉറക്കെ മാർവലിനോട് പറഞ്ഞു, കൊല്ലവനെ. ബ്ലാക്ക് കുടുംബത്തിന്റെ നെടും തൂണുകളിൽ ഒന്നായ തിമോത്തിയുടെ മകന്റെ കഴുത്തിലാണ് ഇതാ ഒരു ചെറുപ്പക്കാരൻ കൈവച്ചിരിക്കുന്നത്. ഹാരോൺ ബ്ലാക്ക് മാർവലിനോട് അങ്ങനെ പറഞ്ഞപ്പോൾ മാർവൽ ലേശം ഒരു ചിന്താക്കുഴപ്പത്തിലാണ്. വിന്നി ഫ്രാങ്കിന്റെ സുഹൃത്താണ് ചെറുപ്പക്കാരൻ എന്നാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. ആ കാര്യമാണ് അയാൾ അലട്ടുന്നത്.
അയാൾ ഹാരൺ ബ്ലാക്ക് പറഞ്ഞ കാര്യം കേൾക്കുന്നുമുണ്ട്. ഹാരൺ ബ്ലാക്കിനെ ഒന്ന് നോക്കിയിട്ട് മാർവൽ മാർക്കിനോട് ചോദിച്ചു, ഏയ് ആരാ നീ, വിനി നീ തമ്മിൽ എന്താ ബന്ധം? 2 ചോദ്യങ്ങളാണ് മാർവൽ ചോദിച്ചത്. ആ ചോദ്യം കേട്ടതും മാർക്ക് അവന്റെ തലയിലെ തൊപ്പി എടുത്തു. ആ മാന്ത്രിക തൊപ്പി മാർക്ക് ഫെല്ലർ എടുത്തു മാറ്റിയതും മാർക്കിന്റെ മുഖത്തിന് ചുറ്റുമായി ഉണ്ടായിരുന്ന ആ മഞ്ഞ് പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമായി. ശരിക്കും മാർക്കിന്റെ മുഖം അപ്പോഴാണ് അവിടെ കൂടി നിൽക്കുന്ന ആളുകൾ കാണുന്നത്. അതുവരെ മാർക്കിന്റെ മുഖത്തിന് ചുറ്റുമായി ഒരു മങ്ങലുണ്ടായിരുന്നു. മാർക്ക് ഫെല്ലറെ പെട്ടെന്ന് അവിടെ കണ്ടതും ആ കൂടി നിൽക്കുന്ന ആളുകൾ ഉറക്കെ പറഞ്ഞു പോവുകയാണ്, ഏയ് നീ മാർക്ക് ഫെല്ലർ അല്ലേ? മാർക്ക് ഫെല്ലറെ കുറിച്ച് അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം. സ്വർഗത്തിലേക്കുള്ള ആ പടിക്കെട്ട് എന്നുള്ള ആ പടിക്കെട്ടിലൂടെ കയറി മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക് സ്വയത്തമാക്കിയ മാർക്ക് ഫെല്ലർ എല്ലാവർക്കും ഇപ്പോൾ പരിചിതനാണ്. പ്രത്യേകിച്ചും മാർഷൽ ആർട്സ് മേഖലയിൽ പൈറോ എന്ന രാജ്യത്തിന്റെ ഏതാണ്ട് നടുക്കുള്ള ആളുകളാണ് അവിടെ എത്തിയിരിക്കുന്നതിൽ ഭൂരിപക്ഷം ആളുകളും. അവിടെ നിന്നുള്ള വൻ കുടുംബങ്ങളുടെ തലപ്പത്തുള്ള ആളുകളാണ് അവിടെ എത്തിയിട്ടുള്ള ഒട്ടുമുക്കാൽ ആളുകളും. അവരെല്ലാവരും മാർഷൽ ആർട്ടിസ്റ്റുകളായതുകൊണ്ട് തന്നെ അവരൊക്കെ മാർക്കിന്റെ ആ അച്ചീവ്മെന്റ് അറിഞ്ഞവരാണ്. മാർക്ക് ഫെല്ലറാണ് അവിടെ തൊട്ടു മുമ്പിൽ നിൽക്കുന്നത് കണ്ടതും ഹാരൺ ബ്ലാക്ക് അമ്പരപ്പോടെ മാർക്കിനെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു. അത് ശരി, നീയാണല്ലേ മാർക്ക് ഫെല്ലർ. മാർക്ക് ഫെല്ലറെ പെട്ടെന്ന് മുന്നിൽ കണ്ടതും ഹാരൺ ബ്ലാക്ക് ലേശ കൗതുകത്തോടെ മാർക്കിനൊന്ന് നോക്കി. ഹാരോൺ ഇത് 2ാമത്തെ തവണയാണ് മാർക്കിനെ കാണുന്നത്. നേരത്തെ അവന്റെ ഗ്രാൻഡ് ഫാദർ മരിച്ച ആ ദിവസങ്ങളിൽ അവൻ മാർക്കിനെ കണ്ടിട്ടുണ്ട്, അങ്ങ് ന്യൂ സെലസ്റ്റിൽ വെച്ച്. ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഹാരോന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറുകയാണ്. അവൻ ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ എന്റെ ഗ്രാൻഡ് ഫാദറെ കൊന്നു. അതിനുശേഷം ഗ്രാൻഡ് ഫാദറുടെ ഡെഡ് ബോഡി നീ കൊണ്ടുപോവുകയും ചെയ്തു. വളരെ ഗുരുതരമായ ഒരു ക്രമക്കേടാണ്, ഒരു കുറ്റമാണ് മാർക്ക് ഫെല്ലർ ചെയ്തിരിക്കുന്നതെന്ന് ഹാരോൺ വിളിച്ചു പറയുകയാണ്. അത് കേട്ടതും മാർക്ക് ഹാരോണിനോട് പറഞ്ഞു, ഏയ് ഹാരോൺ, നിന്റെ ആളുകൾ പറയുന്ന കള്ളക്കഥകൾ നീ എന്നോട് വിളിച്ചു പറയണ്ട. അങ്ങനെ മാർക്ക് പറഞ്ഞതും മാർവൽ മുന്നോട്ട് കുതിച്ചതും ഒരേ നിമിഷത്തിലാണ്. മാർവൽ മുന്നോട്ട് കുതിച്ചതിന്റെ അടിസ്ഥാനം ഒരു സിമ്പിൾ കാര്യമാണ്. അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ്, പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ്. ആ പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സിലെ ആർക്ക് വേണമെങ്കിലും മാർക്കിനെ ഈസി ആയിട്ട് കൊല്ലാം. മാർക്കിനെ കൊല്ലുന്നത് ആരാണെങ്കിലും അവരെ ബ്ലാക്ക് കുടുംബം മറക്കത്തില്ല. ബ്ലാക്ക് കുടുംബം അവരെ സഹായിക്കും. അക്കാര്യം മാർവലിന്റെ മനസ്സിലേക്ക് വന്നതും മാർവൽ മുന്നോട്ട് കുതിക്കുകയായിരുന്നു. ഒറ്റയടിക്ക് മാർക്കിനെ അവസാനിപ്പിച്ചാൽ ബ്ലാക്ക് കുടുംബം മാർവലിനെ കൈ അയച്ച് സഹായിക്കും. അത് മാർവലിന് ഉറപ്പാണ്. സന്തോഷം കൊണ്ട് മതി പറന്നുപോയ മാർവൽ മുന്നോട്ട് കുതിച്ചതും മാർക്കിന്റെ അടുത്തെത്തിയൊക്കെ അതിവേഗതയിലാണ്. മാർവൽ കുതിച്ച് തന്റെ അടുത്തേക്ക് വരുന്നത് മാർക്ക് ഫെല്ലർ കാണുന്നുണ്ട്. മാർക്കിന്റെ അടുത്തെത്തിയ മാർവൽ ഒരൊറ്റ ഇടി, അയാളുടെ കഴിവ് മുഴുവൻ പ്രകടമാകുന്ന ആ ഇടി മാർക്കിന്റെ ബോഡിക്ക് നേരെയാണ് വരുന്നത്. സാധാരണഗതിയിൽ ഒരാൾ നമ്മൾ ഇടിക്കുമ്പോൾ നമ്മൾ ഒന്നുകിൽ ഒഴിഞ്ഞു മാറും, ഇല്ലെങ്കിൽ കൈകൊണ്ട് തടുക്കും, അല്ലെങ്കിൽ തിരിച്ചിടിക്കും. മാർക്ക് ഫെല്ലർ പക്ഷേ ശക്തനായ ആ പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റർ മാർക്കിനെ ഇടിക്കുന്ന കണ്ടിട്ടും ഒന്നും ചെയ്യാതെ നെഞ്ചു വിരിച്ചങ്ങനെ നിൽക്കുകയാണ്. മാർവലെ നേരിടാൻ പറ്റാത്തത് കൊണ്ട് മാർക്ക് ഫെല്ലർ സ്ട്രക്കായി പോയെന്നാണ് ആ കാഴ്ച കാണുന്ന ആളുകൾ മനസ്സിൽ കരുതിയത്. എല്ലാവരും മാർക്ക് ഫെല്ലറെ അറ്റാക്ക് ചെയ്യുന്ന മാർവലിന്റെ ആ പവറിനെ കുറിച്ച് മനസ്സിൽ ഒന്ന് കണക്കൂട്ടുമ്പോഴേക്കും മാർവലിന്റെ ഇടി മാർക്കിന്റെ പുറത്തു പതിച്ചു. മാർവലിന്റെ കൈ മാർക്കിന്റെ നെഞ്ചിൽ പതിച്ചതും മാർവൽ പുറകോട്ട് നീങ്ങിയതും ഒരേ നിമിഷത്തിലാണ്. ഏതാനും അടി പുറകിലേക്ക് ആ ഇടിയുടെ ഫലമായി മാർവൽ അങ്ങ് മാറി. മാർവൽ അവന്റെ കൈയിലേക്ക് തന്നെ നോക്കുകയാണ്. അവന്റെ കൈ പൊട്ടിയിട്ടുണ്ട്. ഒരു പാറയിൽ അതിശക്തമായി നമ്മൾ ഇടിച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കൈ ഒടിയുകയോ മുറിയോ ഒക്കെ ചെയ്യും. അതാണ് ഇവിടെ മാർവലിൽ സംഭവിച്ചിരിക്കുന്നത്. മാർക്ക് ഫെല്ലർ കൂളായിട്ട് നിൽക്കുകയാണ്. ആ കാഴ്ച ആ കുഴിക്ക് സമീപത്തുള്ള മുഴുവൻ ആളുകളെയും ശരിക്കും അമ്പരപ്പിച്ചു എന്ന് പറയാം. അമ്പരപ്പ് മാർവലിന്റെ മുഖത്തുമുണ്ട്. മാർക്കിന്റെ ബോഡിയിൽ ഒരു പാട് പോലും വീണിട്ടില്ല. സകലരും അമ്പരം നിൽക്കുമ്പോൾ മാർക്ക് ഫെല്ലർ മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. മാർവൽ അവന്റെ കയ്യിലേക്ക് ഇങ്ങനെ നോക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തേക്കും മാർക്ക് അവന്റെ മുന്നിലെത്തി. മാർവലിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ മാർക്ക് കൈ ഉയർത്തി ഒരു അറ്റിയാടി. മാർക്ക് ഫെല്ലറുടെ കൈ ഒന്ന് ഉയർന്ന് താഴ്ന്നതും തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു രംഗത്തിനാണ് ആളുകൾ സാക്ഷിയായത്. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന
മാർവൽ എന്ന വ്യക്തി ഇപ്പോൾ ഇല്ല. മനുഷ്യന്റെ രൂപത്തിലുണ്ടായിരുന്ന മാർവൽ എന്ന വ്യക്തി ഇപ്പോൾ ചെറു കഷ്ണങ്ങൾ മാത്രമായി മാറിയിരിക്കുകയാണ്. രക്തവും മാംസകഷ്ണങ്ങളും ചിതറിക്കിടക്കുന്ന അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ആളുകൾ കാണുന്നത്. ടൺ കണക്കിന് ഭാരമുള്ള ഒരു പാറ പെട്ടെന്ന് ഒരാളുടെ പുറത്തേക്ക് വീണാൽ അയാൾ കഷ്ണം കഷ്ണമായി ചിതറും. അതുപോലെ ഒരു ഫോഴ്സ് മാർവലിന്റെ പുറത്ത് അനുഭവപ്പെട്ടതും മാർവൽ ചിതറിയതാണ്. സകല ആളുകളുടെയും ശ്വാസം നിലച്ചുപോയ ഒരു നിമിഷം. കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്ററാണ്. കൊന്നത് പാസ്റ്റ് മാസ്റ്റർ മാത്രമായ ഒരാളാണ്. രണ്ടുപേരും തമ്മിലുള്ള ലെവൽ വ്യത്യാസം ഏകദേശം 10 ആണ്. ആളുകൾ മനസ്സിൽ പലതും കണക്കൂട്ടുകയാണ്. എന്താണ് സംഭവിച്ചത്? ആർക്കും ഒരു പിടിയില്ല. പക്ഷെ ആ നിമിഷത്തിൽ ഫെഡറിക് ദേഷ്യത്തോടെ മുന്നോട്ട് കുതിച്ചിരുന്നു. ഫെഡറിക് മുന്നോട്ട് കുതിക്കുന്ന അതേ നിമിഷത്തിൽ മാർക്ക് ഫെല്ലറും മുന്നോട്ട് കുതിച്ചു. ഫെഡറിക്കിന്റെ അടുത്തെത്തിയ മാർക്ക് കൈ ഒന്ന് ഉയർത്തിയ തലയിലേക്ക് അടിച്ചതും അവന്റെ ഇന്റർണൽ സ്ട്രെങ്ത് വലിച്ചെടുത്തതും ഒരേ നിമിഷത്തിലാണ്. മാർക്ക് ഇന്റർണൽ സ്ട്രെങ്ത് ഡീവർ ചെയ്യാനുള്ള, വിഴുങ്ങാനുള്ള ഒരു ടെക്നിക് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ ഡീവറിങ് ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ആ ഇന്റർണൽ സ്ട്രെങ്ത് മുഴുവൻ ഒറ്റ വലി. മാർക്ക് ആ ഡീവറിങ് ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് ആ ഇന്റർണൽ സ്ട്രെങ്ത് വലിച്ചെടുക്കുന്ന അതേ നിമിഷത്തിനെ മാർക്കിന്റെ കൈ അവന്റെ തലയിൽ പതിക്കുകയും ചെയ്തു. ഫെഡറിക്കിന്റെ തല കൃത്യം 2ആയി പിളർന്നു. ആ ബോഡി അങ്ങനെ പിളരുമ്പോൾ മാർക്ക് ആ ബോഡിക്കുള്ളിൽ നിന്ന് അയാളുടെ ആ ഇന്റേണൽ എനർജി പൂർണ്ണമായി വലിച്ചെടുത്തു. ആ ബോഡി പിളർന്ന് താഴേക്ക് വീഴുമ്പോൾ ആ ബോഡിയിലേക്ക് നോക്കുന്ന എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കും. ആ ബോഡിയിൽ ഉണ്ടായിരുന്ന ഊർജ്ജം മുഴുവൻ ആരോ വലിച്ചെടുത്തിരിക്കുകയാണ്. പെട്ടെന്ന് ആ ബോഡി ഒന്ന് ചുക്കിച്ചുളിഞ്ഞത്. മാർക്ക് ഫെല്ലർ ആ ഡീവറിങ് ടെക്നിക് അതീവ മനോഹരമായി അവിടെ ഉപയോഗപ്പെടുത്തുകയാണ്. നേരത്തെ ഒറ്റയടിക്ക് മാർവൽ ചിതറി വീണപ്പോൾ ആളുകൾക്ക് ഉണ്ടായതിനേക്കാൾ ഭയം ഇപ്പോൾ അവർക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. അവർ കരുതിയ ഒരു കഥാപാത്രമേ അല്ല മാർക്ക് ഫെല്ലർ. സകലം നടുങ്ങി നിൽക്കുമ്പോൾ ഈ ടീമിനെ നയിച്ച ആ പ്രായമുള്ള വ്യക്തി പെട്ടെന്ന് മാർക്കിന് മുന്നിലേക്ക് കയറി. ഏയ്, നീ നിന്റെ ശരീരശക്തി ഉപയോഗിച്ച് ഇവരെയൊക്കെ തോൽപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ എൻ്റെ ഡിവൈൻ സ്ട്രെങ്ത് മറികടക്കാൻ നിനക്ക് പറ്റില്ല. നേരത്തെ മാർക്കിന്റെ നെറ്റിയിലേക്ക് ഒരു അടയാളം കൊടുത്തത് അയാളാണ്. അയാളുടെ ഡിവൈൻ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് മാർക്കിന്റെ ഡിവൈൻ സെൻസിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് കൈ മാർക്കിന്റെ നെറ്റിക്ക് നേരെ ചൂണ്ടി. മാർക്ക് അയാളുടെ നെറ്റിക്ക് നേരെ വിരൽ ചൂണ്ടിയ ആ നിമിഷത്തിനെ മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഹെബാർട്ടിന്റെ ഡിവൈൻ സെൻസിനെ ഏതായാലും ഇടിച്ച് തെറിപ്പിച്ചു എന്ന് പറയാം. മാർക്കുമായി കമ്പയർ ചെയ്യാൻ പോലും ഉള്ള ഒരു യോഗ്യതയുമില്ലാത്ത കക്ഷിയാണ് ആ ഹെബാർട്ട്. അടുത്ത നിമിഷം അയാൾ താഴേക്ക് വീണു. ശരിക്കും അയാൾ ജീവച്ഛവം ആയെന്ന് പറയാം. അയാളുടെ ബോഡിയിൽ നിന്ന് അയാളുടെ സെൻസ് വലിച്ചെടുത്തപ്പോൾ ബാക്കിയുള്ളത് വെറും ഒരു ബോഡി മാത്രമാണ്. ആ ബോഡിയിലെ ഇന്റേണൽ എനർജി കൂടി മാർക്ക് വലിച്ചെടുക്കുമ്പോൾ ശ്വാസം നിലച്ചതുപോലെ കണ്ടു നിൽക്കുകയാണ് ബ്ലാക്ക് കുടുംബത്തിലെ ഹാരോണും ബാക്കിയുള്ള ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സ്. ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന് ഒരു കാര്യം അറിയാം, മാർക്ക് ഫെല്ലറെ നേരിട്ടാൽ അവർ പരാജയപ്പെടും. അത് മനസ്സിലായി അവർ ഓടാൻ ശ്രമിച്ചതും മാർക്ക് പെട്ടെന്ന് അവർക്ക് മുന്നിലേക്ക് എത്തി. മാർക്ക് തങ്ങളെ വിടില്ല എന്ന് ബോധ്യമായ ആ ബാക്കിയുള്ള ആളുകൾ പെട്ടെന്നാണ് ഒരു ടീമായി മാറുന്നത്. ശരിക്കും ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരുപാട് മാജിക്കൽ സ്പെല്ലുകൾ കൈവശമുള്ള, മാജിക്കൽ ഉപകരണങ്ങൾ കൈവശമുള്ള അവർ ആ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മാർക്കിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം തുടങ്ങി. ചിലരുടെ കയ്യിൽ മാന്ത്രിക വാളുകളാണ്, ചിലരുടെ കയ്യിൽ മാന്ത്രിക ബെല്ലുകളാണ്, ചിലരുടെ കയ്യിൽ മാന്ത്രിക പ്ലേറ്റുകളാണ്, ചിലരുടെ കയ്യിൽ ചെറിയ തുണിയാണ്. എല്ലാം മാന്ത്രിക ഐറ്റംസ് ആണ്. സകലരും അവരവരുടേതായ ശൈലിയിൽ ഓരോന്ന് കൈ കരുതിയിട്ടുണ്ടെന്ന് അർത്ഥം. ആ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ മാർക്കിനെ അറ്റാക്ക് ചെയ്തെങ്കിലും ഏകദേശം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ആയുധങ്ങളൊക്കെ മാർക്കിന് മുന്നിൽ നിഷ്പ്രഭമായി. പ്യുവർ ശക്തിക്ക് മുന്നിൽ ഈ ആയുധങ്ങൾക്കൊന്നും വലിയ പങ്കില്ല. അത് മനസ്സിലാക്കിയതും അവർ പെട്ടെന്ന് ഒരു സ്പെല്ല് ആക്ടിവേഷൻ ചെയ്തു. ഒരു ചങ്ങലയാണ് ആ സ്പെല്ലിന്റെ ഭാഗമായിട്ടുണ്ടായത്. ആ മന്ത്രം അവർ ചൊല്ലുന്നതോടുകൂടി സകലരും അവരുടെ സ്പിരിച്വൽ എനർജി ഒരു ചെയിൻ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അവർ ഓരോരുത്തരും അവരുടെ സ്പിരിച്വൽ എനർജി ചെയിനായി കൺവേർട്ട് ചെയ്തും ആ എൻ്റർ ചേരികളും മാർക്കിന്റെ പുറത്തേക്ക് വീണു. മാർക്കിന് ചുറ്റുമുള്ള ആ 10 ആളുകളും ചേർന്ന് മാർക്കിനെ ചങ്ങലയിൽ കുരുക്കി എന്ന് പറയാം. ദേഹം മുഴുവൻ ചങ്ങലയിൽ കുരുങ്ങിയ മാർക്കിനെ നോക്കി ആ ആളുകൾ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, നീ
എത്ര ശക്തി കാണിച്ചാലും ഈ ചങ്ങലകളിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ല. നിന്റെ അന്ത്യം ഈ ചങ്ങലയ്ക്ക് തന്നെയാണ്. ആ പത്തംഗ ടീം അത് പറഞ്ഞതും മാർക്ക് ഒന്ന് ചിരിച്ചു. മാർക്കിന്റെ ആ ചിരി തികച്ചും അസ്വാഭാവികമായ ഒന്ന് തന്നെയാണ്. ചങ്ങലയിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ ഒരാൾ ചിരിക്കുന്നത് ഒരു വട്ടിന് ലക്ഷണമാണ്. പക്ഷെ മാർക്ക് വട്ടമുള്ളത് കൊണ്ട് ചിരിച്ചതല്ല എന്ന് അടുത്ത നിമിഷം അവർക്ക് മനസ്സിലായി. ചിരിച്ചുകൊണ്ട് മാർക്ക് കാലൊന്ന് തലയിൽ ആഞ്ഞു ചവിട്ടിട്ട് കൈ രണ്ടും ഒന്ന് വലിച്ചു പിടിച്ചു. ആ നിമിഷം തന്നെ മാർക്കിനെ കെട്ടിയിരുന്ന മുഴുവൻ ചങ്ങലകളും ഏതാണ്ട് അറ്റ താഴെ വീണു. എല്ലാ ചങ്ങലകളും അദൃശ്യ ചങ്ങലകളാണ്. ശരിക്കും സ്പിരിച്വൽ എനർജി കൊണ്ടുള്ള ചങ്ങലകളാണ് അവിടെ കെട്ടപ്പെട്ടിരുന്നത്. യഥാർത്ഥ ചങ്ങലകളല്ല എന്നർത്ഥം. ചങ്ങലകൾ അറ്റതും അതിൻ്റെ റിസൾട്ട് അനുഭവപ്പെട്ടത് ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ പുറത്താണ്. അവർ ഓരോരുത്തരും അവരുടെ ശരീരത്തിനകത്തുള്ള ഇന്റേണൽ എനർജി ഏതാണ്ട് പൂർണ്ണമായും എടുത്ത് ചങ്ങല രൂപത്തിലേക്ക് മാറ്റി ആ ചങ്ങലയിൽ മാർക്കിനെ കൊരുക്കുകയായിരുന്നു. ആ ചങ്ങല പൊട്ടിയപ്പോൾ അതിൻ്റെതായ ആഘാതം അവരുടെയൊക്കെ ബോഡിയിൽ അനുഭവപ്പെട്ടു. ആ പത്തംഗ ടീം ശരിക്കും പുറകോട്ട് തെറിക്കുകയായിരുന്നു. അധികം സമയം കഴിയുമ്പോൾ ആ 10 പേരും മാർക്കിന്റെ കൈയാൽ കൊല്ലപ്പെട്ടു. കൊല്ലുന്നതിന് മുമ്പ് മാർക്ക് അവരുടെ എല്ലാം ഇന്റേണൽ എനർജി വലിച്ചെടുക്കുകയും ചെയ്തു. ഇനി അവശേഷിക്കുന്നത് സാക്ഷാൽ ഹാരോൺ ബ്ലാക്ക് മാത്രമാണ്. മാർക്ക് ഹാരോൺ നേരെ നടക്കുമ്പോൾ ഹാരോൺ ശരിക്കും വിറയ്ക്കുന്നുണ്ട്. ഹാരോണിന് അവിടെ നിന്ന് ഓടിപ്പോണമെന്നുണ്ട്. പക്ഷെ അവൻ്റെ കാലുകൾ ഓടാൻ അവന് സമ്മതിക്കുന്നില്ല. അവനതാണ്ട് സ്ട്രക്കായി നിൽക്കുകയാണ്. അവൻ ശരിക്കും ബ്ലാക്ക് കുടുംബത്തിൻ്റെ ഒരു പെറ്റുപോലെ വളർന്ന കക്ഷിയാണ്. അവനെ താലോലിക്കാനും ഓമനിക്കാനും ഇഷ്ടംപോലെ ആളുകൾ ബ്ലാക്ക് കുടുംബത്തിലുണ്ട്. അവരുടെ ഇടയിൽ വളർന്നു വന്നിരുന്ന ഹാരോൺ അവനൊരു സംഭവമാണെന്ന് സ്വയം ധരിച്ചിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ അവൻ യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. ഇതാ താൻ പെട്ടിരിക്കുന്നു, താൻ അവസാനിക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെ ഒരു തോന്നൽ ഹാരോണിനുണ്ട്. അവന്റെ മനസ്സിലൂടെ പല ചിന്തകൾ കടന്നു പോകുമ്പോഴേക്കും മാർക്ക് അവന് തൊട്ടുമുന്നിലെത്തി. മാർക്ക് ഹാരോന്റെ കഴുത്തിൽ വീണ്ടും പിടിമുറുക്കി. ശരിക്കും ഹാരോണ് ഓടാനുള്ള ഒരുപാട് അവസരം ഉണ്ടായിരുന്നു. പക്ഷെ ഓടാൻ അവൻ എന്തുകൊണ്ടോ പറ്റിയില്ല. ഹാരോണിന്റെ കഴുത്തിലേക്ക് പിടിമുറുക്കിയ മാർക്ക് ഹാരോണിനോട് പറഞ്ഞു, ഏയ് ഹാരോൺ ബ്ലാക്ക്, നീ ഭയക്കണ്ട, നിന്നെ ഞാൻ കൊല്ലാനൊന്നും പോകുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് അവൻ്റെ കഴുത്തിൽ നിന്ന് കൈയെടുത്തു. മാർക്ക് അവൻ്റെ കഴുത്തിൽ കൈവച്ചപ്പോൾ തന്നെ അവൻ ശരിക്കും ഈയര് പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മാർക്ക് അവനൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അവനോട് പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലാത്തത് നീ ബ്ലാക്ക് കുടുംബത്തിലെ ആളായതുകൊണ്ടല്ല, നീ എമിലിയുടെ അനുജനായതുകൊണ്ടാണ് നിന്നെ ഞാൻ കൊല്ലാത്തത്. എമിലി ബ്ലാക്കിൻ്റെ കൊച്ചച്ഛൻ്റെ മകനാണ് ഹാരോൺ ബ്ലാക്ക്. എമിലിയുടെ കസിനാണെന്ന് അർത്ഥം. എമിലി ബ്ലാക്ക് എന്നുള്ള ഒറ്റ ആളിനെ കരുതി മാർക്ക് ഹാരോണിനെ വെറുതെ വിടുകയായിരുന്നു. ഹാരോണുമായി മാർക്ക് പറഞ്ഞു, നീ അങ്ങ് ന്യൂസ് സർവീസിൽ ചെന്നിട്ട് ഷാൻഹായിയോട് പറയണം എമിലിയെ എനിക്ക് വിട്ടുതരാൻ. എമിലി ബ്ലാക്കിനെ ഷാൻഹായി വീട്ടുതടങ്കിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ആ എമിലി ബ്ലാക്കിനെ മാർക്കിനെ വിട്ടുകൊടുക്കണമെന്ന് ഷാൻഹായിയോട് പറയണമെന്നാണ് ഹാരോണിനോട് മാർക്ക് പറയുന്നത്. ഹാരോണുമായി മാർക്ക് പറഞ്ഞു, ഷാൻഹായിയോട് നീ ഒരു കാര്യം കൂടി പറയണം, അയാൾ എമിലിയെ എനിക്ക് വിട്ടു തന്നില്ലെങ്കിൽ ബ്ലാക്ക് കുടുംബത്തെ ഞാൻ അവസാനിപ്പിക്കുമെന്ന്. അത്രയും പറഞ്ഞിട്ട് മാർക്ക് ഹാരോണോട് പറഞ്ഞു, ഓക്കെ നീ പൊയ്ക്കോ. മാർക്ക് അവനെ പോകാൻ അനുവദിച്ചതും ശരിക്കൊരു ഊർജം വേണ്ടി കിട്ടിയതുപോലെ ഹാരോൺ ഒരൊറ്റ ഓട്ടം. അവൻ്റെ ആ കാറിനകത്തേക്ക് ഓടിക്കേറിയ അവൻ അതിവേഗം അവിടുന്ന് ആ വാഹനം ഓടിച്ചു പോവുകയായിരുന്നു. ഹാരോണെയും വഹിച്ചുകൊണ്ട് ആ വാഹനം ഓടിപ്പോയതും മാർക്ക് ചുറ്റുമൊന്ന് നോക്കി. അവിടെ ശവങ്ങൾ അങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോഴാണ് മാർക്കിന്റെ ശ്രദ്ധ സാക്ഷാൽ ഷിയ ഊവിൽ പതിയുന്നത്. ഷിയ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. മാർക്ക് അനവധി ആളുകളെ കൊന്നത് ഷിയ കണ്ടിരിക്കുന്നു. മാർക്കിനെ ഷിയ അത് കണ്ടതിൽ ലേശൊരു വിഷമമുണ്ട്. മാർക്ക് പെട്ടെന്ന് ഷിയയുടെ അടുത്തെത്തി. ഏയ് ഷിയ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് മാർക്ക്, എനിക്കെന്ത് പ്രശ്നം? നേരത്തെ മാർക്ക് ഒരാളോട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഷിയ ഭയന്ന് ഒളിക്കുന്നത് മാർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതാ കാലം മുന്നോട്ട് പോയപ്പോൾ ഷിയയ്ക്ക് ഇതിലൊന്നും ഒരു പേടിയുമില്ല. ആളുകളെ മാർക്ക് കൊല്ലുന്നത് കണ്ടിട്ടും അവൾക്ക് ഒരു ചാഞ്ചല്യവുമില്ല. ഈ പെൺകുട്ടി എന്താ ഇങ്ങനെ? അങ്ങനെ ഒരു ചോദ്യമാണ് ആ നിമിഷത്തിൽ മാർക്കിന്റെ മനസ്സിലേക്ക് വന്നത്. മാർക്ക് ഷിയോട് പറഞ്ഞു, ഷിയ, നീ ആ മാസ്ക് സൂക്ഷിക്കണം. ഒരു കാരണവശാലും ആ മാസ്ക് നഷ്ടമാക്കരുത്. ആ മാസ്കിന് എന്തൊക്കെയോ പ്രത്യേകത ഉണ്ടെന്ന് മാർക്കിന് നന്നായിട്ട് അറിയാം. മാർക്ക് ആ മാസ്ക് ആ സിംഹാസനത്തിന് എടുക്കാൻ ശ്രമിച്ചപ്പോൾ മാർക്കിനെ ആ മാസ്ക് എടുത്തെറിയായിരുന്നു. അതേസമയത്ത് ആ മാസ്ക് ഷിയ ധരിച്ചപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായില്ല. ആ മാസ്ക് ധരിച്ച ഷിയ പെട്ടെന്ന് അതിശക്തിയായി മാറുന്നതും മാർക്ക് കണ്ടതാണ്. അതിനുശേഷം
ഷിയ തന്നെ ആ മാർക്കിന്റെ കയ്യിലേക്ക് കൊടുത്തു. മാർക്ക് കയ്യിലെടുത്തപ്പോൾ അപ്പോഴൊന്നും സംഭവിച്ചതുമില്ല. ഷിയ തന്നെ കൊടുത്തപ്പോൾ ഒന്നും സംഭവിച്ചില്ല എന്നതാണ് സത്യം. മാർക്ക് നേരിട്ടെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് പ്രശ്നമായത്. ഷിയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാർക്കിന് പോലും ആ മാസ്ക് ഉപയോഗിക്കാം. ആ കാര്യം മാർക്കിന് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. ഷിയ ഊവും ആ മാസ്കും തമ്മിൽ എന്തോ ബന്ധവുമുണ്ട്. എന്താണ് ആ ബന്ധമെന്നൊന്നും മാർക്കിന് അറിയില്ല. മാർക്ക് ഷിയുമായി റിച്ചാർഡ് ഊവിന്റെ ബസ്സിലെത്തുമ്പോൾ റിച്ചാർഡ് ഊ വല്ലാതെ അസ്വസ്ഥയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഏകാന്ത പരിശീലനത്തിന് പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഷിയ ഊ റിച്ചാർഡ് ഊവിന്റെ ബസ്സിൽ നിന്ന് ഇറങ്ങിയത്. അവൾ എങ്ങോട്ടാണ് പോയതെന്ന് റിച്ചാർഡിന് ഒരു പിടിയുണ്ടായിരുന്നില്ല. അവളുടെ പരിശീലനത്തിന് വേണ്ടി കുറച്ചു ദിവസം ഒറ്റയ്ക്ക് തങ്ങാൻ പോവുകയാണെന്നാണ് റിച്ചാർഡിനോട് പറഞ്ഞത്. 18 വയസ്സ് കഴിഞ്ഞ് 19ലേക്ക് കടക്കുന്ന വ്യക്തിയാണ് ഷിയ. അവളെപ്പോലെ ഒരു പെൺകുട്ടി അങ്ങനെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി തങ്ങുന്നത് ശരിയല്ല എന്ന് റിച്ചാർഡിന് അറിയാം. പക്ഷെ റിച്ചാർഡിന് ഷിയെ തടുക്കാൻ പറ്റില്ല. മാർക്കിനൊപ്പം ഷിയെ കണ്ടപ്പോഴാണ് റിച്ചാർഡ് ഊവിന് ശ്വാസം നേരെ വീണത്. മാർക്കിനെ കണ്ടതും റിച്ചാർഡ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഷീ എവിടെ ഉണ്ടായിരുന്നു? ചീഫു, അവള് ഒരു സ്ഥലത്ത് പരിശീലനം നടത്തിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് അവൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അവിടെ ചെല്ലാനും ഷിയെ കാണാനും കൂട്ടിക്കൊണ്ടുവരാനും പറ്റിയത്. വളരെ എളുപ്പത്തിൽ മാർക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ചു. നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ റിച്ചാർഡ് ഊവിനോട് പറയാൻ കഴിയില്ല എന്ന് മാർക്കിന് അറിയാം. മാർക്ക് ഷിയ ഊവിനെ അവിടെ ആക്കിയിട്ട് അയാളുടെ വസതിയിലേക്ക് മടങ്ങിയെത്തി. മാർക്കിന്റെ വസതിയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ വീടിനടുത്ത് എത്താറാകുമ്പോൾ തന്നെ ഒരു നല്ല ഗന്ധം മാർക്കിന് അനുഭവപ്പെടുന്നുണ്ട്. മാർക്കിന്റെ വീട് ഒരു പരീക്ഷണശാലയാക്കി മാറ്റിയിരിക്കുകയാണ് സാക്ഷാൽ താനിഷി. ആൽക്കെമിസ്റ്റ് പൗലയിലെ ആൽക്കെമിസ്റ്റ് കൂടിയായ താനിഷി മാർക്കിന്റെ ശിക്ഷണത്തിൽ ഇപ്പോൾ നിരന്തരം മരുന്നുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാർക്ക് താനിഷിക്ക് ആവശ്യമുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കിന്റെ അച്ഛൻ്റെ ശേഖരത്തിൽ നിന്ന് ഒത്തിരിയേറെ മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷൻ റെഡിയാക്കി താനിഷിക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ആ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മരുന്നുകൾ ഉണ്ടാക്കി പരിശീലിക്കുകയാണ് താനിഷി അങ്ങനെ പരിശീലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീൽ ഫ്ലെമിംഗ് താനിഷിയോട് പറഞ്ഞു, ഹേയ് താനിഷി, ഇതൊക്കെ മാർക്ക് ചെയ്യുന്നത് കണ്ടു പഠിക്കണം. മാർക്ക് എന്ത് വേഗത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്? നീ ഇത് ഒരുപാട് സമയം എടുക്കുകയല്ലേ? ഏയ് നീൽ, നീ എൽഡർ മാർക്കിനെയും എന്നെയും കമ്പയർ ചെയ്യാതെ. അദ്ദേഹം എന്നെക്കാൾ ഒരുപാട് പടി മുകളിലാണ്. മാർക്ക് ഫെല്ലർ ആ ഫ്ലെയിം ഉപയോഗിക്കുമ്പോൾ മാർക്കിന്റെ മനസ്സിനനുസരിച്ച് ആ ഫ്ലെയിം ചലിക്കും. താനിഷിയുടെ കയ്യിലുള്ളത് റെഡ് ഫ്ലെയിമാണ്. മാർക്കിന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് പർപ്പിൾ ഫ്ലെയിമുമാണ്. ആ ഫ്ലെയിമുകളുടെ കൂട്ടത്തിലെ രാജാവാണ് പർപ്പിൾ ഫ്ലെയിം. റെഡ് ഫ്ലെയിം തുടക്കത്തിലെ ഫ്ലെയിമാണ്. റെഡ് ഫ്ലെയിം കയ്യിലുള്ള താനിഷിക്ക് ആ ഫ്ലെയിം പോലും ശരിക്കും കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ആയിട്ടില്ല. പക്ഷെ എന്നിട്ടും അവൾ ആ ഫ്ലെയിം ഉപയോഗിച്ചുകൊണ്ട് പല സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ ആൽക്കെമിസ്റ്റുകൾ കൃത്രിമമായിട്ട് ഫ്ലെയിം ഉണ്ടാക്കിയാണ് മരുന്ന് നിർമ്മിക്കുന്നത്. താനിഷി ആണെങ്കിൽ അവളുടെ ശരീരത്തിലെ ഇന്റേണൽ എനർജി തന്നെ ഫ്ലെയിമായി കൺവേർട്ട് ചെയ്ത് ആ ഫ്ലെയിം ഉപയോഗിച്ച് സാധനം ഉണ്ടാക്കുകയാണ്. അങ്ങനെ മരുന്നുണ്ടാക്കുമ്പോൾ ആ മരുന്നിന്റെ ഗുണമേന്മ കൂടുകയും ചെയ്യും. താനിഷിയും നീലും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാർക്ക് എത്തുന്നത്. മാർക്കിനെ കണ്ടതും നീൽ ഓടി വന്ന് മാർക്കിനോട് ചോദിച്ചു, മാർക്ക് എന്തായി? മാർക്ക് ബ്രേക്ക് ചെയ്തു. മാർക്കിനെ കണ്ടോടെ തന്നെ നീലിന് അങ്ങനെ തോന്നി. ഈ സമയത്ത് താനിഷിയും മാർക്കിന്റെ അടുത്തേക്ക് ഓടിയെത്തി. മാർക്കിന്റെ അടുത്തുള്ള നീല് മാർക്കിന് ചുറ്റും ഒന്ന് കറങ്ങി മാർക്കിനെ നോക്കുകയാണ്. ഏയ് മാർക്ക് ഗ്രാൻഡ് മാസ്റ്റർ ലെവലിലേക്ക് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. നീൽ ഫ്ലെമിംഗും യഥാർത്ഥത്തിൽ ഗ്രാൻഡ് മാസ്റ്ററുടെ സ്ട്രെങ്ത് ഉള്ള വ്യക്തിയാണ്. എന്നാൽ ഗ്രാൻഡ് മാസ്റ്ററായിട്ട് നീൽ ഫ്ലെമിംഗ് ബ്രേക്ക് ചെയ്തിട്ടില്ല. മാർക്ക് ഫെല്ലറും നീൽ ഫ്ലെമിംഗും ഉപയോഗിക്കുന്ന കൾട്ടിവേഷൻ ടെക്നിക്കും സാധാരണ മാർഷൽ ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്ന കൾട്ടിവേഷൻ ടെക്നിക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. സാധാരണഗതിയിലുള്ള മാർഷൽ ആർട്ടിസ്റ്റുകൾ ഗ്രാൻഡ് മാസ്റ്റർ ആകുമ്പോൾ ലഭിക്കുന്ന സ്ട്രെങ്ത് മാർക്കിനും നീലിനും ഒക്കെ അതിനേക്കാൾ 10 ലെവൽ താഴെ നിൽക്കുമ്പോഴേ ലഭിക്കും. നീലിന് ഇപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ ലെവലിലെ ശക്തിയുണ്ട്. എന്നാൽ മാർക്ക് ഇപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ ലെവലിലേക്ക് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഗ്രാൻഡ് മാസ്റ്റർ ലെവലിലേക്ക് ബ്രേക്ക് ചെയ്താൽ അതിന്റെ അർത്ഥം ഗ്രാൻഡ് മാസ്റ്റർ കഴിഞ്ഞാൽ അടുത്തത് മാർക്യൂസ് ലെവലാണ്. മാർക്യൂസ് ലെവലിലെ തുടക്കക്കാർക്കുള്ള അതേ ശക്തി മാർക്കിന് ഇപ്പോൾ ഉണ്ട്. പക്ഷെ ലെവൽ അനുസരിച്ച് മാർക്യൂസിനേക്കാൾ തൊട്ട് താഴെയുള്ള ഗ്രാൻഡ് മാസ്റ്റർ ലെവലാണ് നിൽക്കുന്നത്. ശക്തിയാണെങ്കിൽ മാർക്യൂസ് ലെവലിലുമാണ്. ആ കാര്യം അറിയാവുന്ന മാർക്ക് അന്ന് പകൽ മുഴുവൻ ശരിക്കും നോക്കുന്നത് മാർഷൽ ആർട്സ് ഫോറമാണ്. മാർഷൽ ആർട്സ് ഫോറത്തിലുള്ള ആളുകൾ സാധാരണഗതിയിൽ മാർക്ക് ആ 12 പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ വധിച്ച കാര്യം അറിയേണ്ടതാണ്. അവരുടെ മരണം മാർക്ക് വഴി ഉണ്ടായതായതുകൊണ്ട് മാർക്കിന്റെ റാങ്കിങ്ങിലും ഒക്കെ
അതിനനുസരിച്ച് മാറ്റം ഉണ്ടാവണം. ആളുകൾ അത്തരം പോസ്റ്റുകൾ സ്വാഭാവികമായി ഇടേണ്ടതാണ്. മാർക്ക് ആ ഫോറം മുഴുവൻ ഒന്ന് പരിശോധിച്ചിട്ടും ആ ഫോറത്തിൽ ഒരു ന്യൂസും മാർക്കിന്റെ ആ ആക്ഷനുമായി ബന്ധിപ്പിച്ചില്ല. ഇതെന്താ ആരും ഈ വാർത്ത ഒന്നും റിപ്പോർട്ട് ചെയ്യാത്തത്? ഇനി ബ്ലാക്ക് കുടുംബം വാർത്ത ബ്ലോക്ക് ചെയ്തതാണോ? ബ്ലാക്ക് കുടുംബത്തിന്റെ ഹാരോൺ ബ്ലാക്ക് കൂടി ഉണ്ടായിരുന്ന സ്ഥലത്ത് വെച്ചാണ് പൈറോയിലെ സെൻട്രൽ മേഖലയിലെ പ്രമുഖരായ 12 ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ വധിച്ചത്. അത് വാർത്തയാകാതെ പോകണമെങ്കിൽ സ്വാഭാവികമായി ആരെങ്കിലും ഇടപെട്ടിരിക്കണം. ബ്ലാക്ക് കുടുംബത്തിന്റെ സ്വാധീനമാണ് അത് കാണിക്കുന്നത്. അങ്ങനെ മാർക്ക് കരുതുമ്പോൾ സാക്ഷാൽ ഹാരോൺ അവന്റെ വണ്ടി ഓടിച്ച് ന്യൂസ് സെലസിൽ മടങ്ങിയെത്തി. മാർക്കിന്റെ മുന്നിൽ നിന്ന് വാഹനവുമായി പോയ ഹാരോൺ നിർത്താതെ വാഹനം ഓടിക്കുകയായിരുന്നു. ഏകദേശം 10 മണിക്കൂറിലധികം നിർത്താതെ വാഹനം ഓടിച്ച് അവൻ ന്യൂസ് സെലസിൽ എത്തുമ്പോൾ അവൻ ഒരു കാഴ്ച തന്നെയാണ്. ശരിക്കും അവന്റെ പുറത്തുകൂടി രക്തം ഒലിക്കുന്നുണ്ട്. രക്തത്തിൽ കുളിച്ച് കയറി വരുന്ന ഹാരോണിനെ കണ്ട തിമോത്തി അമ്പരപ്പോടെ ഹാരോൺ ചോദിച്ചു, എന്താ ഇത്? എന്തു പറ്റി മോനെ, നിനക്ക് എന്താ പറ്റിയേ? പല ചോദ്യങ്ങളും തിമോത്തി ചോദിക്കുകയാണ്. അത് കേട്ടതും ഹാരോൺ തിമോത്തിയോട് പറഞ്ഞു, അച്ഛാ എനിക്കിപ്പോ അങ്കിളിനെ കാണണം. ഷാൻഹായെ ഇപ്പൊ കാണണമെന്ന്? എന്തിനാ? അച്ഛാ അതൊക്കെ ഉണ്ട്, എനിക്ക് അങ്കിളിനെ കണ്ട കാര്യം പറയണം. അങ്ങനെ അവൻ പറഞ്ഞതും തിമോത്തിയും ഹാരോണും കൂടി ആ രാത്രി തന്നെ അവിടെ നിന്ന് നേരെ ഷാൻഹായുടെ വസതിയിലേക്ക് തിരിച്ചു. ഷാൻഹായുടെ വസതിയിൽ അവരെത്തുമ്പോൾ സമയം രാത്രി ഏകദേശം 11 മണിയായിട്ടുണ്ട്. തിമോത്തിയും ഹാരോണും കൂടി അവിടെ ആ പൂമുഖത്തേക്ക് അടക്കുമ്പോൾ അവിടെ പൂമുഖത്ത് ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. ഷാൻഹായുടെ ഭാര്യ സൂസൻ ബ്ലാക്കാണ് അവിടെ ഇരിക്കുന്നത്. സൂസൻ ബ്ലാക്ക് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വൈനൊക്കെ ഒഴിച്ച് പതുക്കെ സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹാരോണും തിമോത്തിയും കൂടി അങ്ങോട്ട് കടന്നു വന്നത്. തിമോത്തിക്കൊപ്പമുള്ള ഹാരോണിനെ കണ്ട സൂസൻ ചാടി എണീറ്റു. അവർ ഓടി ഹാരോൺ അടുത്തുനിന്ന്, ഹാരോൺ എന്താ ഇത്? ഹാരോണിനെ കാണുന്ന ആരും ആ ചോദ്യം ചോദിച്ചു പോകും. ഹാരോണിന്റെ പുറത്തുകൂടി രക്തം ഒഴുകുകയാണ്. ഹാരോൺ, ആരാ തന്നെ ഉപദ്രവിച്ചത്? ആന്റി, എന്നെ ആരും ഉപദ്രവിച്ചതല്ല, ഇത് എന്റെ രക്തമല്ല. ഹാരോൺ, നീ എന്തായി പറയുന്നത്? ആന്റി, എനിക്ക് അങ്കിളിനെ കാണണം. ഹാരോൺ, അങ്കിൾ ഉറങ്ങാൻ കിടന്നു. ഉറങ്ങാൻ കിടക്കുന്ന അങ്കിളിനെ ആർക്കും വിളിക്കാൻ പറ്റില്ല. സൂസൻ ബ്ലാക്കിന് അവരുടെ ഹസ്ബൻഡ് ഷാൻഹായുടെ സ്വഭാവത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം. രാത്രിയിൽ അയാളെ വിളിച്ചുണർത്തിയാൽ അത് ശരിയാകില്ലെന്ന് സൂസൻ അറിയാം. സൂസൻ അങ്ങനെ പറഞ്ഞതും ഹാരോൺ സൂസനോട് പറഞ്ഞു, ആന്റി എന്തു പറഞ്ഞാലും ശരിയായില്ല, എനിക്ക് അങ്കിളിനെ കണ്ടേ പറ്റൂ. ഹാരോൺ, നീ ഭയപ്പെടാത്ത കാര്യം പറ, എന്നോട് പറ, ഞാൻ വേണ്ടതുപോലെ ചെയ്യാം. ഷാൻഹായി ഉണരുമ്പോൾ ഞാൻ ഷാൻഹായി ധരിപ്പിക്കുകയും ചെയ്യും. നീ കാര്യം പറ. സൂസൻ ബ്ലാക്ക് അങ്ങനെ പറഞ്ഞതും തിമോത്തിയും ഹാരോണിനോട് പറഞ്ഞു, ഹാരോൺ നീ കാര്യം പറ. തിമോത്തിയുടെ അടുത്തെത്തിയ ഹാരോൺ തിമോത്തി ചോദിച്ചിട്ടും ഇതുവരെയും ഒരു മറുപടി പറഞ്ഞിട്ടില്ല. അവൻ ഷാൻഹായിയുടെ കാര്യം പറയൂ എന്ന് പറഞ്ഞിട്ടാണ് തിമോത്തിക്കൊപ്പം അവിടുന്ന് ഷാൻഹായുടെ വീട്ടിലേക്ക് എത്തിയത്. തിമോത്തിയും സൂസൻ ബ്ലാക്കും നിർബന്ധിച്ചതും ഹാരോൺ സൂസനോട് പറഞ്ഞു, ആന്റി ഞാൻ ചിൽഷെറിന്നാ വരുന്നത്. അവിടെ ഒരു അമൂല്യ നിധി ഉണ്ടായ വിവരം അറിഞ്ഞിട്ട് ഞാൻ അവിടെ പോയത്. എനിക്കൊപ്പം 1 ഡസനിലധികം പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഹാരോൺ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ട് നിൽക്കുകയാണ് തിമോത്തിയും അതുപോലെ സൂസനും. ആന്റി, ആ പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ മുഴുവൻ ഒരാൾ കൊന്നു. പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ ഒരാൾ കൊന്നു? ആരായാൾ? ആന്റി, അത് പറയാനാണ് ഞാനിവിടെ വന്നത്. അവരെ കൊന്നത് ആ മാർക്ക് ഫെല്ലറാണ്. തിമോത്തിയും സൂസനും ഹാരോൺ പറഞ്ഞ ആ കാര്യം കേട്ടതും ശരിക്കും ഒരു മിന്നലടിച്ചതുപോലെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് എന്താണെന്ന് അവർക്ക് 2 പേർക്കും അറിയാം. അനവധി മാർഷൽ ആർട്ടിസ്റ്റുകളെ കാണുന്ന ആളുകൾ കൂടിയാണ് അവരെല്ലാവരും. 1 ഡസൻ പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ മാർക്ക് ഫെല്ലർ കൊന്നു എന്നുള്ള കാര്യം വിശ്വസിക്കാൻ അവർക്ക് 2 പേർക്കും ഒരു മടി. സൂസൻ ഹാരോണോട് ചോദിച്ചു, ഹാരോൺ, നീ എന്തായി പറയുന്നത്? അവൻ ഒരു പാസ്റ്റ് മാസ്റ്റർ അല്ലേ? അവനെങ്ങനെ പീക്ക് ലെവലിലുള്ള ഒരു ഗ്രാൻഡ് മാസ്റ്ററെ കൊല്ലും? നീ എന്താ പറഞ്ഞത്? 1 ഡസൻ ആളുകളെ കൊന്നു? അസംഭവ്യം, അത് നടക്കത്തില്ല. സൂസൻ അങ്ങനെ പറഞ്ഞതും ഹാരോൺ തലയിൽ കൈവച്ചുകൊണ്ട് കസറിലേക്ക് ഇരുന്നു. ആന്റി, ഞാൻ പറയുന്ന വാസ്തവമാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്നെ കൺമുമ്പിൽ വെച്ച അത് സംഭവിച്ചത്. ഹാരോൺ വീണ്ടും ഉറപ്പിച്ചങ്ങനെ പറഞ്ഞതും സൂസൻ ബ്ലാക്ക് അവൻ്റെ അടുത്തേക്ക് ഇരുന്നു. ഹാരോൺ, നീ ഭയപ്പെടണ്ട, ഇതിന് ഞാനൊരു പരിഹാരം ഉണ്ടാക്കാം. ഈ സംഭാഷണം അവിടെ അങ്ങനെ നടക്കുമ്പോൾ മാർക്ക് ഫെല്ലറുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു.
കോള് വിളിച്ചത് വിന്നി ഫാങ് ആണ്. രാത്രി ഏകദേശം ഒരു 11-11:30 മണിയോടുകൂടിയാണ് വിന്നി ഫാങ് മാർക്കിനെ വിളിക്കുന്നത്. മാർക്ക്, എനിക്ക് മാർക്കിനെ ഒന്ന് കാണണമല്ലോ. വിനി, ഈ രാത്രിയിലോ? മാർക്ക്, രാത്രി വേണ്ട, നാളെ രാവിലെ 11 മണിക്ക് ഇവിടെ ട്യൂൺസ് റെസ്റ്റോറൻറ്റിൽ വന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവും. എനിക്ക് മാർക്കിനോട് ഒരു കാര്യം പറയാനുണ്ട്. രാവിലെ 11 മണിക്ക് വിന്നി ഫാങ്ങിനെ കാണാൻ പോകാനായി മാർക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ മാർക്കിന്റെ വസതിയിലേക്ക് ഒരാൾ കടന്നു വന്നു. ആഗതനെ കണ്ട മാർക്ക് കൗതുകത്തോടെ അയാളെ നോക്കി. ജിയാങ് ബെയിലെ മാർഷൽ ആർട്സ് അസോസിയേഷൻ തലവൻ സാക്ഷാൽ ജാരംഗാണ് എത്തിയിരിക്കുന്നത്. ജാരംഗിനെ കണ്ടതും മാർക്ക് ചോദിച്ചു, ഏയ് എന്താ മിസ്റ്റർ ജാരംഗ് രാവിലെ തന്നെ? മാർക്ക്, എന്നോട് ക്ഷമിക്കണം, ഞാൻ ആ ചെടി കൊണ്ടുവരാൻ താമസിച്ചു പോയി. ഞാൻ ചെടി കൊണ്ടുവന്നിട്ടുണ്ട്. 100 വർഷം പ്രായമുള്ള ഒരു ഹെർബ്സ് മാർക്കിന്റെ ആ സ്ഥലത്ത് സ്പിരിച്വൽ എനർജി നശിപ്പിച്ചതുകൊണ്ട് മാർക്കിന് പ്രതിഫലമായി കൊടുക്കണമെന്ന് മാർക്ക് അയാളോട് പറഞ്ഞിരുന്നതാണ്. അയാൾ അത് കൊടുക്കാമെന്ന് ഏറ്റിരുന്നെങ്കിലും അയാൾ അത് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇതാ അയാൾ ആ ചെടിയുമായി എത്തിയിരിക്കുകയാണ്. ആ ചെടി ഹാൻഡ് ഓവർ ചെയ്തതും മാർക്ക് അയാളോട് ചോദിച്ചു, യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ നഷ്ടപരിഹാരം എനിക്ക് നൽകിയ പോരാ. അങ്ങനെ മാർക്ക് പറഞ്ഞതും അവൻ പെട്ടെന്ന് മാർക്ക് മേൽ മുട്ടുകുത്തി. ജിയാങ് ബെയിലെ മാർഷൽ ആർട്സ് അസോസിയേഷൻ തലവനായ ജാരംഗ് ആ മുറിയിൽ മാർക്കിന്റെ മുന്നിൽ മുട്ടുകുത്തിയപ്പോൾ മാർക്കും ഒന്ന് അമ്പരന്നു. മാർക്ക്, പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. അയാൾ ആ വാക്ക് പറഞ്ഞതും മാർക്കിന് ഒരു കാര്യം ബോധ്യമായി. തലേ ദിവസത്തെ സംഭവങ്ങൾ അയാൾ അറിഞ്ഞിരിക്കുന്നു. മാർഷൽ ആർട്സ് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ അയാൾക്ക് വാർത്തകൾ ലഭിക്കാൻ അയാളുടേതായ സോഴ്സ് ഉണ്ട്. ജാരംഗിനോടായി മാർക്ക് പറഞ്ഞു, ജാരംഗ്, ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, എന്റെ വഴിക്ക് നീ വരാതിരുന്നാൽ നിന്നെ ഞാൻ തൊടില്ല. ഏതെങ്കിലും രീതിയിൽ നീ എനിക്ക് ഉപദ്രവമായി മാറിയാൽ ഉറപ്പായും ജാരംഗ് നിന്നെ ഞാൻ തീർക്കും. ജിയാങ് ബെയിലെ അതിശക്തമായ മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ശക്തനായ തലവനാണ് പ്രസിഡന്റ് ജാരംഗ്. ആ ജാരംഗിനോടാണ് മാർക്കിന്റെ അഭിപ്രായം വ്യക്തമാക്കിയത്. ഏതെങ്കിലും രീതിയിൽ മാർക്ക് ഫെല്ലറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ആക്ഷൻ ജാരംഗിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അവിടെ ജാരംഗ് അവസാനിക്കും. മാർക്കിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ജാരംഗ് പുറത്തു പോയപ്പോൾ മാർക്ക് ഫെല്ലർ അതിവേഗം അവിടെ നിന്ന് വിന്നി ഫാങ്ങിനെ കാണാനായി റെസ്റ്റോറൻറ്റിലേക്ക് തിരിച്ചു. മാർക്കിനെ കാത്തിരിക്കുകയായിരുന്നു വിന്നി ഫാങ്. വിനിയെ കണ്ടതും മാർക്ക് ആ തൊപ്പി വിനിക്ക് കൊടുത്തു. വിനി, താങ്ക് യു, ഈ തൊപ്പി എനിക്ക് ശരിക്കും ഉപയോഗപ്പെട്ടു. മാർക്ക് എന്നത് വെച്ചോ. ഏയ് വിനി, ഇനി എനിക്കിത് വേണ്ട. മാർക്ക്, കൺഗ്രാജുലേഷൻ. എന്തിനാ? മാർക്ക് ഗ്രാൻഡ് മാസ്റ്റർ ആയതിൽ കൺഗ്രാജുലേഷൻ. ഏയ് വിനി, നീ ഇതെങ്ങനെ അറിഞ്ഞു? മാർക്ക്, വാർത്തകൾ അറിയാൻ ഇവിടെ ഒരുപാട് സോഴ്സസ് ഉണ്ട്. വിനി അത് പറഞ്ഞതും മാർക്ക് വിനിയോട് പറഞ്ഞു, വിനി, അവർ രണ്ടുപേരെയും ഞാൻ തീർത്തിട്ടുണ്ടേ, ആ മാർവലിനെയും ഫെഡറിക്കിനെയും. മാർക്ക്, ഞാൻ അറിഞ്ഞായിരുന്നു. ഞാൻ അതിന് പ്രത്യേക താങ്ക്സ് മാർക്കിനോട് പറയാനിരിക്കുകയായിരുന്നു. അവർ രണ്ടും ശരിക്കും കുഴപ്പക്കാരന്മാരാണ്. സ്ത്രീകളെ ഉപദ്രവിക്കാൻ രണ്ടുപേർക്കും ഒരു മടിയും ഉണ്ടായിരുന്നില്ല. മാർക്ക് പക്ഷേ വിനിയോട് അതിനോടനുബന്ധിച്ച് കൂടുതൽ ചോദ്യമൊന്നും ചോദിച്ചില്ല. വിനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ വിനിയോട് ആ രണ്ടുപേരും പെരുമാറിയത് കൊണ്ടാണ് വിനി അവരെ കൊല്ലാൻ ഒരു കൊട്ടേഷൻ മാർക്കിന് കൊടുത്തത്. വിനിയും മാർക്കും ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മുറിയുടെ വശത്തൂടെ കടന്നുപോയ ഒരാൾ ആ മുറിയിലേക്ക് നോക്കിയിട്ട് പെട്ടെന്ന് അകത്തേക്ക് കയറി. ഏയ് സുമരി, എന്നെ കൂടെ കൂട്ടുവോ? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഒരു ചെറുപ്പക്കാരൻ അകത്തേക്ക് വന്നത്. രണ്ട് വ്യക്തികൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് തികച്ചും അപരിചിതനായ ഒരാൾ കടന്നു വന്നിട്ട് അവിടെ ഇരിക്കുന്ന പെൺകുട്ടിയോട് അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു അസ്വാരസ്യം ഉണ്ടാവും. മാർക്ക് ആ ചെറുപ്പക്കാരനൊന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ മാർക്കിനെ നോക്കുപോലും ചെയ്യാതെ വിനിയുടെ അടുത്തേക്ക് വരികയാണ്. ഹേയ് സുന്ദരി, എന്നെ കൂടെ കൂട്ട്. ഏയ്, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഏയ് സുന്ദരി, ഞാനിനി അത് പ്രത്യേകിച്ച് പറയണോ? നീ എന്തായാലും ഒരുത്തനിപ്പോൾ കറങ്ങിറങ്ങിയതല്ലേ, ഞാനും കൂടെ വരാം. ആ ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞതും മാർക്ക് എണീറ്റ് ഒരൊറ്റ അടിയേറ്റ് ആ ചെറുപ്പക്കാരൻ കറങ്ങി ആ മുറിയുടെ വശത്ത് വീണു. തികച്ചും അപ്രതീക്ഷിതമായി അവൻ്റെ ചെവിട്ടിൽ അടി വീണപ്പോഴാണ് ആ മുറിയിൽ വേറൊരാൾ ഉള്ള കാര്യം പോലും അവൻ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കുന്നത്. അടിയേറ്റ് താഴെ വീണ അവൻ ഒരു പരുവത്തിൽ ചാടി എണീറ്റു. അവൻ മാർക്കിനോടായി പറഞ്ഞു, ഏയ് ഞാൻ ആരെന്നറിയാവോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് കുതിച്ചു വരികയാണ്. ശരിക്കും അവനൊരു മാർഷൽ ആർട്ടിസ്റ്റാണ്, ഒരു ഇന്റേണൽ സ്ട്രെങ്ത് മാസ്റ്ററുമാണ് അവൻ, ഒരു പാസ് മാസ്റ്റർ ലെവലിൽ എത്തിയവനുമാണ്. അതിൻ്റെതായ ഒരു അഹങ്കാരം അവൻ്റെ ബോഡി ലാംഗ്വേജിലുണ്ട്.
അവൻ്റെ ഇന്റേണൽ എനർജി റിലീസ് ചെയ്തുകൊണ്ടാണ് അങ്ങോട്ട് ഓടി വന്നത്. ശക്തനായ ഒരു യോദ്ധാവാണ് താനെന്ന് അവിടെ എത്തിയിരിക്കുന്ന ആ ചെറുപ്പക്കാരനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഊർജം റിലീസ് ചെയ്തുകൊണ്ട് അവൻ മുന്നോട്ട് കുതിച്ചതും മാർക്ക് കൈ നിവർത്തിയൊരൊറ്റ ഇടി. ആ ഇടി ആ ചെറുപ്പക്കാരനെ എടുത്ത് എറിയായിരുന്നു. അവൻ ആ പ്രൈവറ്റ് മുറിയുടെ ചുവരിലിടിച്ച് താഴേക്ക് വീണു. അവൻ്റെ വായിന്ന് രക്തം പുറത്തേക്ക് വരുന്നുണ്ട്. നെഞ്ചിലാ ഇടി കിട്ടിയത്. ആ ചുവരിൽ ചാരിയിരുന്ന അവൻ ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, ഹേയ്, നീ ആരെ തൊട്ടെന്നറിയാവോ? നീ ഇനി ഇവിടുന്ന് ജീവനോടെ പോവില്ല. നിനക്കറിയാവോ, എൻ്റെ അങ്കിളാണ് ഇവിടുത്തെ മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റ്. അത് കേട്ടതും മാർക്ക് അവനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ അങ്കിളിനെ ഇങ്ങോട്ട് വിളിക്ക്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് വിന്നിക്ക് എതിർവശത്തുള്ള കസേരയിരുന്നു. മാർക്ക് ഫെല്ലറെയും അതുപോലെ വിന്നി ഫെങ്ങിനെയും താൻ കണ്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് ജെറിൻ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൻ പുറത്തേക്ക് പോയതും മാർക്ക് വിന്നിയോട് പറഞ്ഞു, ഈ മാർഷൽ ആർട്സ് ഫോറത്തിൽ നമ്മൾ വിചാരിക്കും പോലെ വാർത്തകളൊന്നും വരത്തില്ല. അങ്ങനെയല്ല, വാർത്തകൾ വരും. അല്പം സമയമെടുത്താലും വാർത്തകൾ വരിക തന്നെ ചെയ്യും. വിന്നി അവളുടെ എക്സ്പീരിയൻസ് പങ്കുവയ്ക്കുകയാണ്. മാർക്കിനാണെങ്കിൽ തലേദിവസം അവൻ കൊന്നൊടുക്കിയ ആളുകളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു വാർത്ത മാർഷൽ ആർട്സ് ഫോറത്തിൽ വരാത്തതിൽ ശരിക്കും ടെൻഷനുണ്ട്. മാർക്ക് ബ്ലാക്ക് കുടുംബത്തിന്റെ മുന്നിൽ ചില കാര്യങ്ങൾ കാണിക്കുന്നതാണ്. വിന്നി ഫാങ്ങിനോട് യാത്ര പറഞ്ഞ് മാർക്ക് വീട്ടിലേക്ക് മടങ്ങി. മാർക്ക് വീട്ടിലെത്തുമ്പോൾ മാർക്കിനെ കാത്തിരിക്കുകയാണ് നീൽ ഫ്ലമിംഗ്. നീൽ ഫ്ലമിംഗ് മാർക്കിനെ കണ്ടതും മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, മാർഷൽ ആർട്സ് ഫോറത്തിൽ ഒരുപാട് ഡിസ്കഷൻ നടക്കുകയാണ്. മാർക്ക് വേഗം മൊബൈൽ ഓണാക്കി മാർഷൽ ആർട്സ് ഫോറത്തിന്റെ ആ സൈറ്റിലേക്ക് കടന്നപ്പോൾ അവിടെ ആ 12 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് കൊല്ലപ്പെട്ടവരെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്. സകല ആളുകളും പറയുന്ന ഒരു സിമ്പിൾ കാര്യമാണ്, മാർക്കിനെ ആരോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സപ്പോർട്ട് ചെയ്ത വ്യക്തിയോ അല്ലെങ്കിൽ ആ വ്യക്തികളോ ചേർന്നിട്ടാണ് ആ 12 ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ കൊന്നത്. മാർക്ക് ആ കമന്റുകളൊക്കെ അങ്ങനെ വായിച്ചു പോകുമ്പോൾ നീൽ ഫ്ലമിംഗ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്കൊരു സംശയം ഫീൽ ചെയ്യുന്നുണ്ട്. നീൽ എന്താ തോന്നുന്നത്? മാർക്ക്, ആരോ കളിക്കുന്നുണ്ടോന്നൊരു സംശയമാണ് എനിക്ക് തോന്നുന്നത്. കളിക്കുന്നുണ്ടോന്നോ? അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാര്യം? മാർക്ക്, ഈ കമന്റുകളും ഈ പോസ്റ്റുകളും ഒക്കെ മനഃപൂർവ്വം മാർക്കിനെതിരായിട്ട് മാർഷൽ ആർട്സ് അസോസിയേഷന്റെയും ജനങ്ങളുടെയും വികാരം ഉണ്ടാക്കാൻ വേണ്ടി ആരോ ഇടുന്നല്ലേ എന്നൊരു സംശയമാണ് എനിക്കുള്ളത്. നീൽ ഫ്ലമിംഗ് പറഞ്ഞപ്പോഴാണ് മാർക്കും അത് ശ്രദ്ധിക്കുന്നത്. ശരിയാണ്, കമന്റുകൾക്കൊക്കെ ഒരു പ്രത്യേക ശൈലിയുണ്ട്. മാർക്ക് ഏതൊക്കെയോ ആളുകളെ കൂട്ടി സെൻട്രൽ പ്ലെയിനിലെ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെ ആ തലവന്മാരെ വകവരുത്തിയിരിക്കുകയാണെന്നാണ് ആ ചർച്ചയുടെ ബേസ്. മാർഷൽ ആർട്ടിസ്റ്റുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ മാർഷൽ ആർട്ടിസ്റ്റുകൾ കൊല്ലപ്പെടുന്നത് ഒരു സംഭവം, അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെ തലവന്മാരെ കൊല്ലാനായി ആളുകളെ വാടകയ്ക്കെടുത്ത് കൊലപ്പെടുത്തുന്നത് വേറൊരു സംഭവമാണ്. ആദ്യത്തെ സംഭവത്തിൽ ഗവൺമെന്റ് ഇടപെടില്ലെങ്കിൽ രണ്ടാമത്തെ സംഭവത്തിൽ ഗവൺമെന്റ് ഇടപെടും. അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള റോയൽ കുടുംബങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ആ കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് അവരുടെ അധികാരത്തിലും ലെവലിലൊക്കെ വ്യത്യാസം ഉണ്ടാവുമെങ്കിലും ഇവരെല്ലാം രാജകീയ കുടുംബങ്ങളായിട്ടാണ് ആളുകൾ കാണുന്നത്. പൈറോയുടെ ആ മധ്യഭാഗത്തുള്ള രാജകീയ കുടുംബങ്ങൾ എന്ന് വിളിക്കാൻ കഴിയുന്ന കുടുംബങ്ങളുടെ തലവന്മാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്ന ആ 12 പേരും. മാർവൽ ആണെങ്കിലും ഫെഡറിക് ആണെങ്കിലും അവരവരുടെ കുടുംബങ്ങളിലെ അതിശക്തരുമാണ്. അവരൊക്കെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവരെ കൊലപ്പെടുത്താൻ വേണ്ടി മാർക്ക് ഫെല്ലർ വാടക കൊലയാളികളെ ഏർപ്പാടാക്കി എന്നുള്ള ശൈലിയിലാണ് കമന്റുകളൊക്കെ വരുന്നത്. മനഃപൂർവ്വം ആ കമന്റുകൾ ഉണ്ടാക്കുകയാണെന്ന് തോന്നിയതും മാർക്ക് നീലിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു പോസ്റ്റ് തയ്യാറാക്ക്. എൻ്റെ ഒരു മറുപടിയായിട്ട് ആ പോസ്റ്റിനെ കാണും. ആ പോസ്റ്റിൽ നീ പറയേണ്ടത് ഒരു ചെറിയ കാര്യമാണ്, എനിക്ക് മെറിഡിയൻ സർക്കുലേഷൻ മെത്തേഡ് കിട്ടിയെന്നും ആ മെത്തേഡ് ഉപയോഗിച്ചാണ് ഞാൻ ഈ ആളുകളെയൊക്കെ കൊലപ്പെടുത്തിയെന്നുമാണ് നീ ആ പോസ്റ്റ് പറയേണ്ടത്. മാർക്ക് എന്താ ഈ പറയുന്നത്? മാർക്കാണ് ഈ കൊല നടത്തിയെന്ന് സമ്മതിച്ചു കൊടുക്കാൻ പോവുകയാണോ? നീൽ, മാർഷൽ ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒരു മരണമുണ്ടായാൽ അത് ഒരു കൊലപാതകമായിട്ട് സർക്കാർ പരിഗണിക്കത്തില്ല. പരസ്പരം സമ്മതിച്ച് നടത്തുന്ന ഒരു ഫൈറ്റാണ്. ഫൈറ്റിൽ ചിലപ്പോൾ ആളുകൾ കൊല്ലപ്പെടാം, അങ്ങനെ സർക്കാർ കരുതത്തുള്ളൂ. നടന്നത് ഒരു ഫൈറ്റാണെന്നും ആ ഫൈറ്റിൽ അവരൊക്കെ കൊല്ലപ്പെട്ടു എന്നാണ് നീ അതിനകത്ത് പറയേണ്ടത്. അവരെ കൊല്ലാൻ എനിക്ക് കപ്പാസിറ്റി ഉണ്ടായത് എൻ്റെ കയ്യിലെ മെറിഡിയൻ സർക്കുലേഷൻ മെത്തഡാണെന്ന് നീ പറയണം. പിന്നെ ഞാൻ ചാങ് സിറ്റിയിലേക്ക് പോവുകയാണെന്നും ഉടൻ തന്നെ ചാങ് സിറ്റിയിൽ എത്തുമെന്നും കൂടി അതിനകത്ത് സൂചിപ്പിക്കുക. മാർക്ക് എന്തായി പറയുന്നത്? മാർക്ക് ചാങ് സിറ്റിയിൽ ചെല്ലുന്നു പറഞ്ഞാൽ ആളുകളെല്ലാം കൂടെ മാർക്കിന് അവിടെ ഇട്ട് വളയില്ലേ? നീൽ, ഞാൻ പറയുന്നത് നീ ചെയ്യും. മാർക്ക് അങ്ങനെ തീർത്തു പറഞ്ഞതും നീൽ ഫ്ലമിംഗ് ഒരു പോസ്റ്റ് തയ്യാറാക്കി മാർക്കിന്റെ ആ പേജിന് താഴെ സബ്മിറ്റ് ചെയ്തു. മാർഷൽ ആർട്സ് ഫോറത്തിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കൊക്കെ പ്രത്യേക പേജുകളുണ്ട്.
ആ പേജിൽ നമ്മൾ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫോറത്തിൽ വരും. മാർക്കിന്റെ ആ സ്റ്റേറ്റ്മെന്റ് വന്നതോടുകൂടി അതിനെ ബേസ് ചെയ്തുള്ള ചർച്ചകൾ ആരംഭിച്ചു. മാർക്കിന്റെ ആ മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്, അതാണ് മാർക്കിന് ഒരു അപ്രമാദിത്യം ഉണ്ടാക്കിയത്. ആ ടെക്നിക്ക് കൈവശമുള്ള ഏതൊരാളും, ലോകത്തെ ഏതൊരാളെയും പരാജയപ്പെടുത്താനുള്ള കപ്പാസിറ്റി നേടുമെന്നൊക്കെ ആളുകൾ കമന്റ് ചെയ്ത് തുടങ്ങുകയാണ്. ഒരു കാര്യം കാണുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് തിരിച്ചറിയാതെ കമന്റ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. ആ ശൈലിയിൽ ഇഷ്ടംപോലെ കമന്റുകൾ കയറി വന്നു. ആ കമന്റുകൾ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോഴാണ് മാർക്ക് ഫെല്ലർക്ക് ഒരു കോള് വരുന്നത്. കോള് വിളിച്ച ആളുടെ പേര് കണ്ടപ്പോൾ മാർക്കിനൊരു കൗതുകം. വിക്കി ലാമിംഗ് ആണ് മാർക്കിനെ വിളിക്കുന്നത്. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് വിക്കി ലാമിംഗ് ഇതാ മാർക്കിനെ വിളിക്കുന്നത്. മാർക്ക് ഫോൺ എടുത്തു. ഏയ് വിക്കി, എത്ര നാളായി നിന്റെ ശബ്ദം കേട്ടിട്ട്? മാർക്ക് അങ്ങനെ പറഞ്ഞതും വിക്കി വളരെ താഴ്മയോട് കൂടിയാണ് മാർക്കിനോട് സംസാരിക്കുന്നത്. മാർക്ക്, ക്ഷമിക്കണം, ഈ രാത്രിയിൽ മാർക്കിനെ ഇങ്ങനെ വിളിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹേയ് വിക്കി, നീ ഇതെന്തായി പറയുന്നത്? നീ എന്തിനാ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറഞ്ഞു പോരെ. വിക്കി ലാമിംഗും മാർക്ക് ഫെല്ലറും ഏതാണ്ട് ഒരേ ലെവലിലുള്ള ആളുകളായിരുന്നു. പക്ഷെ കാലം മുന്നോട്ട് പോയപ്പോൾ മാർക്ക് ഫെല്ലർ ഒരുപാട് ലെവൽ മുകളിലേക്ക് ഉയർന്നു. ഇപ്പോ ചിൽഷെയറിലെ കിങ് ഓഫ് ചിൽഷെയർ മാത്രമല്ല മാർക്കിനെ ഈ രാജ്യം ഏതാണ്ട് അറിയും. രാജ്യത്ത് ആദ്യമായി ആ സ്വർഗത്തിലേക്കുള്ള പടിക്കെട്ട് ബലമായി കയറി പൂർത്തീകരിച്ച വ്യക്തി മാർക്ക് ഫെല്ലറാണ്. വിക്കി ലാമിംഗിന് സ്വപ്നം കാണാൻ കഴിയാത്ത അച്ചീവ്മെന്റ് ആണ് മാർക്ക് നേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കിനോട് സംസാരിക്കുമ്പോൾ വളരെ താഴ്ന്ന നിലയിലുള്ള ഒരാളായിട്ടാണ് വിക്കി സ്വയം കരുതുന്നത്. മാർക്ക് വളരെ ഉന്നതിയുള്ള ആളുമായിട്ട്. വിക്കിയുടെ സംഭാഷണത്തിൽ നിന്ന് അത് മനസ്സിലാക്കിയ മാർക്ക് വിക്കിയോട് പറഞ്ഞു, വിക്കി, നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ ശൈലിയുള്ള സംഭാഷണം വേണ്ട. നീ എൻ്റെ ഫ്രണ്ടാണ്. നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാം, ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞപ്പോഴാണ് വിക്കിക്ക് ഒരു ആശ്വാസം ഉണ്ടായത്. പരസ്പരം കാണുന്നില്ലെങ്കിലും ഫോണിലൂടെ വിക്കിയുടെ മുഖത്തുണ്ടായ സന്തോഷം മാർക്ക് വായിച്ചെടുക്കുന്നുണ്ട്. വിക്കി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ജിയാങ്കു ഞങ്ങളുടെ കുടുംബത്തെ എതിരിട്ടോടുകൂടി ഞങ്ങളുടെ കുടുംബം ആകെ തകർന്ന് തരിപ്പണമായി. ശരിക്കും ഞങ്ങളുടെ ബിസിനസ് എല്ലാം പൊളിഞ്ഞായിരുന്നു. ഞങ്ങളുടെ ബിസിനസ് രക്ഷപ്പെടുത്താനായി ഞാനൊരു മാർഗം ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നത്. ആ ഓപ്പർച്യൂണിറ്റി പക്ഷേ എനിക്ക് നൽകുന്നത് ഒരു വലിയ കക്ഷിയാണ്. ആ കക്ഷിയുടെ അടുത്ത് ഒറ്റയ്ക്ക് പോകാൻ എനിക്കൊരു ധൈര്യമില്ല. മാർക്ക് കൂടി എന്നോടൊപ്പം വരുമോ എന്നറിയാനാ ഞാൻ വിളിക്കുന്നത്. ഹേയ് വിക്കി, ഇതാണോ വലിയ കാര്യം? ഞാൻ ഉറപ്പായും വരാം. എവിടെ വരേണ്ടെന്ന് പറ. മാർക്ക്, അത് ബായ് സിറ്റിയിലാണ്. പിന്നെന്താ, ബായ് സിറ്റിയിൽ നമുക്ക് പോവാം. എപ്പോഴാ പോകണ്ട? മാർക്ക്, നാളെ ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ് മീറ്റിംഗ്. നമുക്ക് അതിരാവിലെ ഇവിടുന്ന് പോയാൽ മതിയോ? ചിൽഷെയറിൽ നിന്ന് ഒത്തിരി ദൂരെയാണ് ബായ് സിറ്റി. മാർക്കിന് ജിയാങ്കുവിന്റെ ഒരു വസതി ഉള്ളത് അവിടെയാണ്. ആ സ്ഥലത്ത് വെച്ചിട്ടാണ് മീറ്റിംഗ് എന്ന് കേട്ടതും മാർക്ക് സമ്മതിച്ചു. പിറ്റേന്ന് രാവിലെ മാർക്ക് ഫെല്ലറും വിക്കി ലാമിംഗും കൂടി ബായ് സിറ്റിയിലേക്ക് തിരിച്ചു. ബായ് സിറ്റിയിലെ ഒരു ഹോട്ടലിലെ ഒരു പ്രൈവറ്റ് മുറിയാണ് മീറ്റിംഗ് പ്ലേസ് ആയി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1:30 മണിയോടുകൂടി തന്നെ വിക്കി ലാമിംഗും മാർക്ക് ഫെല്ലറും ആ മുറിയിലെത്തി. കൃത്യം 2 മണിയായതും ആ മുറിയുടെ വാതിൽ തുറന്ന് ഒരു ചെറുപ്പക്കാരൻ അകത്തേക്ക് വന്നു. വാതിൽ തുറന്നു വരുന്ന ചെറുപ്പക്കാരന് നേരെ നോക്കിയിരിക്കുകയാണ് വിക്കി ലാമിംഗ്. വിക്കി ലാമിംഗിനെ കണ്ടതും ചിരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ആ ഈ സമയത്ത് എത്തിയല്ലേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ നടന്ന് വിക്കിയുടെ അടുത്തെത്തി. വിക്കിയുടെ അടുത്ത് അയാൾ നടന്നെത്തുമ്പോഴാണ് അയാൾ വിക്കിയുടെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന മാർക്ക് ഫെല്ലറെ കാണുന്നത്. മാർക്കിനെ കണ്ടതും അയാൾ ചോദിച്ചു, ഏയ് നീ എന്താ ഇവിടെ? അതിന് മറുപടി പറഞ്ഞത് വിക്കി ലാമിംഗ് ആണ്. മിസ്റ്റർ ക്യുറിൻ, ഇത് മാർക്ക് ഫെല്ലറിന്റെ സുഹൃത്താണ്. വിക്കി ലാമിംഗ് പറഞ്ഞ ഡയലോഗ് കേട്ടതും ക്യുറിൻ വിക്കി ലാമിംഗിനോട് പറഞ്ഞു, ഇവൻ നിന്റെ സുഹൃത്താണോ? അത് ശരി, നിനക്കൊരു ഓപ്പർച്യൂണിറ്റി തരാം എന്ന് ഞാൻ കരുതിയതാണ്. ഇവന്റെ സുഹൃത്താണ് നീയെങ്കിൽ ഇനി നീ അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. ഇവരെ പോലൊരു തെമ്മാടിയുടെ സുഹൃത്തായി നീ ഏത് തരക്കാരനായിരിക്കുമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നുണ്ട്. ക്യുറിൻ, നിങ്ങൾ എന്തായി പറയുന്നത്? വിക്കിക്ക് അയാൾ പറയുന്ന കാര്യം അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് വിക്കി അങ്ങനെ ചോദിച്ചത്. മിസ്റ്റർ ക്യുറിൻ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. അങ്ങനെ വിക്കി പറഞ്ഞതും ക്യുറിൻ വിക്കിയും മാർക്ക് ഫെല്ലറും നോക്കിയിട്ട് വിക്കിയോടായി പറഞ്ഞു, വിക്കി, നീ ഒരു പാവമായതുകൊണ്ട് ഒരു ചാൻസ് ഞാൻ തരാം. ആദ്യം ഇവൻ എന്റെ മുന്നിൽ മുട്ടുകുത്തി മാപ്പ് പറയണം. രണ്ടാമതായിട്ട് ഇവൻ അവന്റെ ഗേൾ ഫ്രണ്ടിനെ എനിക്ക് വിട്ടുതരണം. ഒരുപാട് ദിവസത്തേക്കും വേണ്ട, ഒരു ദിവസത്തേക്ക് മതി. വളരെ കൂളായിട്ടാണ് ആ ചെറുപ്പക്കാരൻ ക്യുറിൻ അത് പറഞ്ഞത്. അവൻ അത് പറഞ്ഞതും മാർക്ക് ഫെല്ലർ എണീറ്റതും ഒരേ നിമിഷത്തിലാണ്. മാർക്ക് കൈ നിവർത്തി ഒരൊറ്റയാടി. തികച്ചും അപ്രതീക്ഷിതമായിട്ട് ക്യുറിന്റെ കവിളിൽ അടി വീണതും അവൻ നിന്ന് കറങ്ങി. അവന്റെ കറക്കം അവസാനിക്കും മുമ്പ് മാർക്ക് ഒരൊറ്റ ഇടി. ആ ഇടിയേറ്റ് ക്യുറിൻ തെറിച്ച് ആ മേശകളുടെ പുറത്തുകൂടി ഇടിച്ച് ചുവലിൽ ചെന്ന് ഇടിച്ചു വീണു. വിക്കി ലാമിംഗിന് ഒരു പിടിയും കിട്ടുന്നില്ല എന്താണ് സംഭവിക്കുന്നത്. വിക്കി അമ്പരപ്പോടെ മാർക്കിനെയും
തെറിച്ചു വീണ ക്യൂറിനെ നോക്കുമ്പോഴേക്കും മാർക്ക് ക്യൂറിന്റെ അടുത്തെത്തിയിരുന്നു. ക്യൂറിന്റെ അടുത്തെത്തിയ മാർക്ക് അവനെ കോളറെ പിടിച്ച് പൊക്കിയിട്ട് വീണ്ടും രണ്ട് കവിളും മാറി മാറി അടിക്കുകയാണ്. മാർക്ക് അടി നിർത്തിയപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ ഒന്ന് സംസാരിച്ചു തുടങ്ങിയത്. എടാ, നീ തീർന്ന്. ഇത് എവിടെയാണെന്ന് അറിയാവോ? ഇത് ബായ് സിറ്റിയാണ്. ഇവിടെ നിന്നെ അവസാനിപ്പിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നിനക്കറിയാവോ എൻ്റെ അങ്കിൾ ആരാണെന്ന്? എടാ, എൻ്റെ അങ്കിൾ ഇവിടത്തെ ജിയാങ് ബായി മാർഷൽ അസോസിയേഷന്റെ പ്രസിഡന്റാണ്. ബായ് സിറ്റിയിൽ ഒരു മാർഷൽ അസോസിയേഷൻ ഉണ്ട്. അതിനേക്കാൾ മുകളിലാണ് ജിയാങ് ബായി മാർഷൽ അസോസിയേഷൻ. ശരിക്കും ചിൽഷെയറും ബായ് സിറ്റിയും ജിയാങ് ബായി മേഖലയും ഒക്കെ ചേരുന്ന ആ എൻ്റയർ മേഖലയുടെയും ഒരു അസോസിയേഷനാണ് ജിയാങ് ബായി മാർഷൽ അസോസിയേഷൻ. ആ അസോസിയേഷന്റെ പ്രസിഡന്റ് അതിശക്തനാണ്. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ പോലും ആ മാർഷൽ ആർട്സ് അസോസിയേഷനെ ശരിക്കും മുഖവിലേക്ക് എടുക്കാറുണ്ട്. അയാളുടെ വാക്കുകൾ മുഖവിലേക്ക് എടുക്കും. അത് ഈ ക്യൂരിൻ അറിയാം. ക്യൂരിൻ പറഞ്ഞത് കേട്ടതും മാർക്ക് ക്യൂരിനോട് പറഞ്ഞു, ഏയ്, നീ നിന്റെ അങ്കിളിനെ വിളിക്ക്. ഏയ്, എന്റെ അങ്കിൾ ജറാങ്ങിനെ കുറിച്ച് നിനക്ക് ഒന്നും അറിയത്തില്ല. എന്റെ അങ്കിൾ വിചാരിച്ചാൽ നിന്നിവിടെ ജീവനോടെ കുഴിച്ചുപൂടും. ഓഹോ, അങ്ങനെയാണോ? എന്നാ അതൊന്ന് കാണുന്ന പോലെ നീ വിളിക്ക്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ക്യൂറിൻ അവന്റെ അങ്കിളിനെ ഫോണിൽ വിളിച്ചു. അങ്കിൾ, ഇവിടെ ബായ് സിറ്റിയിലെ റോയൽ ഹോട്ടൽ വെച്ച് ഒരാൾ എന്നെ തല്ലി. ഞാൻ റൂം നമ്പർ 18 അങ്കിൾ വേഗം വരണം, കുറച്ച് ആളുകളെ കൊണ്ടുവരണം. കരഞ്ഞുകൊണ്ട് ക്യൂറിൻ ആ പറഞ്ഞ വാചകം മാർക്ക് പുഞ്ചിരിയോടാണ് കേൾക്കുന്നെങ്കിലും ഈ സംഭവത്തിനൊക്കെ ദൃക്സാക്ഷിയായിരിക്കുന്ന വിക്കി ലാമിങ് എന്തു പറയണമെന്നറിയാതെ ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അവനൊരു പിടിയുമില്ല എന്താ സംഭവിക്കുന്നത്. അവൻ മാർക്ക് ഫെല്ലറെ കൂട്ടിക്കൊണ്ടു വന്നത് അവനൊരു കൈത്താങ് ആകാൻ വേണ്ടിയാണ്. പക്ഷെ അവന് ബിസിനസ് കൊടുക്കാമെന്ന് പറഞ്ഞ കക്ഷിയെ ഇതാ മാർക്ക് തല്ലിയിരിക്കുകയാണ്. മാർക്കിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ വിക്കിക്കുണ്ട്. ന്യായമല്ലാത്ത ഒരു കാര്യത്തിനും മാർക്ക് ഇടപെടില്ല എന്നും വിക്കിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ വിക്കി വല്ലാതെ കൺഫ്യൂസ്ഡ് ആണ്. വിക്കിക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് മാർക്കിനും അറിയാം. മാർക്ക് വിക്കിയോട് പറഞ്ഞു, വിക്കി, ജസ്റ്റ് വെയിറ്റ്, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ആ മാർഷൽസ് ഫോറം എടുത്ത് അതിനകത്തുള്ള കമന്റുകളൊക്കെ വായിച്ചു തുടങ്ങി. മാർക്ക് കമന്റുകളൊക്കെ വളരെ കൗതുകപൂർവ്വം വായിക്കുമ്പോൾ വിക്കി വല്ലാതെ അക്ഷമനായി മാർക്കിനെയും തറയിൽ വീണ് കിടക്കുന്ന ആ ക്യൂറിനെ നോക്കുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നുള്ള ഒരു ധാരണയും വിക്കി ലാമിങ്ങിന് ഇല്ല. വിക്കി ശരിക്കും ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. ഈ സമയത്താണ് ആ മുറിയുടെ വാതിൽ തുറന്ന് 3-4 ആളുകൾ അകത്തേക്ക് വന്നത്. മുന്നേ വന്ന് നിൽക്കുന്ന ആളുകൾ ശക്തരാണെന്ന് ഒറ്റ നോട്ടത്തിന് വിക്കിക്ക് മനസ്സിലായി. അവരെല്ലാം പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ്. ആ 3 പേരുടെയും പുറകിൽ നിൽക്കുന്ന ആളുടെ ശബ്ദം പെട്ടെന്ന് ഉയർന്നു കേട്ടു. ക്യൂറിൻ, എന്താ പറ്റിയ? ശബ്ദം കേട്ടതും തറയിൽ കിടക്കുന്ന ക്യൂറിൻ തല ഉയർത്തി ഉറക്കെ പറഞ്ഞു, അങ്കിൾ ജിറാങ്, എന്നെ അവൻ തല്ലി. അങ്ങനെ ക്യൂറിൻ പറയുമ്പോഴേക്കും ആ 3 പേരുടെ ഇടയിൽ കൂടി പുറകിൽ നിൽക്കുന്ന വ്യക്തി നടന്ന് മുന്നോട്ട് വന്നു. അയാൾ നടന്ന് മുന്നോട്ട് വരുമ്പോൾ അയാൾ ആദ്യം കണ്ടത് വിക്കി ലാമിങ്ങിനെയാണ്. വിക്കി ലാമിങ്ങിന്റെ അടുത്തേക്ക് അയാൾ നടക്കുമ്പോൾ തറയിൽ കിടക്കുന്ന ജിറിൻ വിക്കിയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ ചൂണ്ടി ജറാങ്ങിനോട് പറഞ്ഞു, അങ്കിൾ, ദാ അവനാ എന്നെ തല്ലിയത്. ക്യൂറിന്റെ വിരൽ ചൂണ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജെറിങ് നോക്കുമ്പോൾ അയാൾ കാണുന്നത് മാർക്ക് ഫെല്ലറെയാണ്. മുന്നോട്ട് നടക്കുകയായിരുന്ന ജെറിങ് പെട്ടെന്ന് നിശ്ചലനായി. അയാൾ ശരിക്കും സ്റ്റണ്ടായി അങ്ങ് നിന്നുപോവുകയാണ്. അയാൾ അങ്ങനെ നിൽക്കുമ്പോൾ തറയിൽ വീണ് കിടക്കുന്ന ക്യൂറിൻ ഉറക്കെ അവന്റെ അങ്കിളിനോട് പറഞ്ഞു, അങ്കിൾ, അവനെ കൈയും കാലും ഓടിച്ച് അവനെ മാർഷൽ അസോസിയേഷന്റെ ജയിലിലാക്കങ്ങളെ. നമ്മൾ എത്രയോ പാവപ്പെട്ട ആളുകളെ അങ്ങനെ ജയിലിലാക്കിയിരിക്കുന്നു. ക്യൂറിൻ ആ വാചകം പറഞ്ഞതും മാർക്ക് ലേശ കൗതുകത്തോടെ ക്യൂറിനെയും തുറന്ന് ജെറാങ്ങിനെയും നോക്കി. ജെറാങ്ങിന്റെ മുഖത്തേക്ക് മാർക്ക് നോക്കുമ്പോൾ ക്യൂറിൻ ഉറക്കെ പറയുകയാണ്, അങ്കിൾ, ഇവന്റെ കൂടെ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണെ നമുക്ക് പിടികൂടണം. അവളൊരു അടിപൊളി പെണ്ണാണ്. നമ്മൾ എത്രയോ സുന്ദരിമാരെ നമ്മുടെ അസോസിയേഷനിൽ തടവിലാക്കിയിരിക്കുന്നു. നമുക്ക് ആ പെണ്ണിനെ തടവിലാക്കണം. അവള് അടിപൊളിയാണെങ്കിലേ. സ്വന്തം അമ്മാവനോട് മരുമകൻ പറയുന്ന വാചകമാണ്. അത് കേട്ടതും മാർക്ക് ഫെല്ലർ സീറ്റിൽ നിന്ന് എണീറ്റു. സീറ്റിൽ നിന്ന് എണീറ്റ മാർക്ക് ജെറാങ്ങിന്റെ മുന്നിലേക്ക് നടക്കുകയാണ്. അത് കണ്ടതും ക്യൂറിൻ ഉറക്കെ പറഞ്ഞു, അങ്കിൾ, തല്ലി ഓടിക്കും അവന്റെ കാല്. അവന് 2 കാലും തല്ലി ഓടിക്ക്. അവൻ ഇനി നടക്കണ്ട. ഉള്ള ആവേശത്തോടുകൂടി ക്യൂറിൻ അങ്ങനെ പറയുമ്പോൾ മാർക്ക് ജെറാങ്ങിന്റെ തൊട്ടു മുന്നിലെത്തി. ജെറാങ് ഏതാണ്ട് സ്റ്റാച്ചു പോലെ നിൽക്കുകയാണ്. സ്റ്റാച്ചു പോലെ നിൽക്കുന്ന ജെറാങ്ങിന്റെ മുന്നിലെത്തിയ മാർക്ക് കൈ നിവർത്തി ഒരൊറ്റ ഇടി. ജെറാങ്ങിന്റെ വയറ് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് മാർക്ക് ഇടിച്ചത്. ഇടിയേറ്റ ജെറാങ് നിന്ന സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് പൊങ്ങി ഇടിച്ച് താഴേക്ക് വീണു. താഴേക്ക് അയാൾ വീഴുമ്പോഴേക്കും മാർക്ക് അയാളെ കാല് കൊണ്ടൊന്ന് പൊക്കുകയാണ്. ശരിക്കും ഒരു ഫുട്ബോൾ തട്ട് പോലെ മാർക്ക് ജെറാങ്ങിനെ തട്ടി ഉയർത്തി. തട്ടി ഉയർത്തപ്പെട്ട ജെറാങ്ങിന്റെ ഇടത് കവിള് ലക്ഷ്യമാക്കി ഒരൊറ്റ അടി. അടിയേറ്റ് ജെറാങ്
വീണ്ടും ഒന്ന് തിരിയുമ്പോൾ വലത് കവിൾ അടുത്ത അടിക്കും. ശരിക്കും ഒരു സ്വപ്നം താൻ കാണുന്നത് പോലെ ഈ കാഴ്ച കണ്ടു നിൽക്കുകയാണ് ക്യൂറിൻ. അയാളോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാൾ കാണുന്ന കാഴ്ച യാഥാർത്ഥ്യമാണെന്ന്. അമ്പരപ്പോടെ ക്യൂറിൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ജെറാങ് മുട്ടിടിച്ച് താഴെ വീണു. താഴെ വീണ ജെറാങ് തല തറയിൽ തൊട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം. സാഷ്ടാംഗ നമസ്കാരം അല്ലെങ്കിൽ സാഷ്ടാംഗ കീഴടങ്ങൽ എന്നൊക്കെ പറയുന്ന ഒരു കാഴ്ച അതാണ് അവിടെ കാണുന്നത്. ജിയാങ് ബൈയിലെ ശക്തമായ മാർഷൽ അസോസിയേഷന്റെ പ്രസിഡന്റ് സാക്ഷാൽ ജെറാങ് അങ്ങനെ തലകുനിച്ച് മാപ്പ് പറയുമ്പോൾ ക്യൂറിൻ ഏതാണ്ട് കണ്ണുകൾ തുറിച്ച് ഞെട്ടിത്തെറിച്ച് വാ പൊളിച്ച് നിൽക്കുകയാണ്. അവൻ യഥാർത്ഥത്തിൽ ശ്വസിക്കാൻ പോലും മറന്ന് അങ്ങനെ നിൽക്കുകയാണ്. ആദ്യമായിട്ടാണ് അവൻ ഈ ശൈലി ഒരു കാഴ്ച കാണുന്നത്. അവൻ്റെ പ്രതാപശാലിയായ അങ്കിളിനെ അവൻ്റെ മുന്നിലിട്ട് ഒരാൾ ഇതുപോലെ തല്ലുവെന്ന് അവനെങ്ങനെയാ സ്വപ്നം കാണുക? സ്വപ്നം കണ്ടെന്ന ക്യൂറിൻ ഞെട്ടി ഉണരുന്നത് മാർക്കിന്റെ ശബ്ദം കേട്ടാണ്. മാർക്ക് ജെറാങ്ങിനോട് പറയുകയാണ്, മിസ്റ്റർ ജെറാങ്, നിങ്ങൾ നിങ്ങളുടെ അധികാരത്തെ വല്ലാതെ ദുരുപയോഗം ചെയ്തിരിക്കുകയാണ്. അത് കേട്ടതും ജെറാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ക്ഷമിക്കണം, തടവിലിട്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഞാൻ ഇപ്പൊ തന്നെ മോചിപ്പിക്കാം. ജെറാങ് അത് പറഞ്ഞതും മാർക്ക് ജെറാങ്ങിനെ തറയുന്ന പൊക്കിയെടുത്തു. അതിനുശേഷം അയാളെ എടുത്ത് അടുത്തുള്ള മേശയുടെ മുകളിലേക്ക് അങ്ങ് ഇരുത്തി. ഒരു പാവയെ എടുത്തിരുത്തും പോലെ ജെറാങ്ങിനെ മാർക്ക് എടുത്തിരുത്തുകയായിരുന്നു. ആ സമയത്ത് അയാളുടെ വായിലൂടെ രക്തം ഒലിക്കുന്നുണ്ട്. 2 കവിളും പൊട്ടിയിട്ടുണ്ട്. അയാളുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് മാർക്ക് പറഞ്ഞു, ഇനി നമ്മൾ തമ്മിൽ ഒരിക്കൽ കൂടി കണ്ടാൽ ജെറാങ് നീ പിന്നെ ഉണ്ടാവില്ല. ജെറാങ്ങിന് ആ വാക്കുകളുടെ അർത്ഥം വ്യക്തമായി മനസ്സിലായെന്ന് അവൻ്റെ മുഖം വിളിച്ചു പറയുന്നുണ്ട്. അവൻ 2 കൈ കൊണ്ടും മാർക്കിനെ തൊഴുതു. ആ നിമിഷം തന്നെ അവിടെ നിൽക്കുന്ന ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഓടി വന്ന് ജെറാങ്ങിനെ എടുത്തു പോക്കി. മറ്റൊരാൾ ഓടിച്ചെന്ന് ക്യൂറിനെ എടുത്തു പോക്കി. ശരിക്കും ജെറാങ്ങിനെ മാർക്ക് തല്ലുമ്പോൾ ആ 3 ഗ്രാൻഡ് മാസ്റ്റേഴ്സും നിശബ്ദരായി കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവർക്ക് മാർക്ക് ഫെല്ലറെ മനസ്സിലായതുകൊണ്ടാണ് അവർ അനങ്ങാതെ നിന്നത്. അവരെക്കാൾ ഒരുപാട് ലെവൽ മുകളിലുള്ള പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ 12 പേരെ ഒറ്റയടിക്ക് കൊന്ന കഥാപാത്രമാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അവന്മാർക്കറിയാം. ക്യൂറിനെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ക്യൂറിൻ ആകെ പെട്ടുപോയത്. ക്യൂറിനും ജെറാങ്ങും ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സും അവിടെ നിന്ന് പോകുമ്പോൾ വിക്കി ലാമിങ് മാർക്കിന്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവനൊപ്പം സമാനനായിരുന്ന മാർക്ക് ഫെല്ലർ ഇപ്പോൾ എത്തി നിൽക്കുന്ന ലെവൽ അവന്റെ മുന്നിൽ ഇതാ ദൃശ്യമാകുകയായിരുന്നു. ജിയാങ് ബായി മാർഷൽ അസോസിയേഷന്റെ തലവനെ പരസ്യമായി തല്ലി ഒതുക്കുക എന്നൊക്കെ ഉള്ളത് സ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ മാർക്ക് അത് കൂളായി ചെയ്തിരിക്കുകയാണ്. മാർക്ക്, നീ ഒരുപാട് വളർന്നു. അറിയാതെ വിക്കി ലാമിങ് പറഞ്ഞുപോയ വാക്കാണ്. അത് കേട്ടതും മാർക്ക് ഫെല്ലർ വിക്കിയോട് പറഞ്ഞു, വിക്കി, ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാണ്. നീ എന്താ നിന്റെ കൾട്ടിവേഷൻ നിർത്തിയത്? വിക്കി ലാമിങ് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്ന് അവന്റെ ബോഡി കണ്ട അതേ നിമിഷം തന്നെ മാർക്കിന് മനസ്സിലായതാണ്. മാർക്ക്, അത് ഞങ്ങളുടെ ബിസിനസ്സൊക്കെ പൊളിഞ്ഞപ്പോൾ ശരിക്കും കൾട്ടിവേഷനോ ബോഡി ബിൽഡിങ്ങിനോ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യാനോ ഒന്നും എനിക്ക് സമയം കിട്ടിയില്ല. എങ്ങനെയെങ്കിലും ബിസിനസ്സും വീടും പിടിച്ചു നിർത്തുന്നുള്ള ഒറ്റ ലക്ഷ്യമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. വിക്കി ലാമിങ് പറഞ്ഞപ്പോഴാണ് ശരിക്കും മാർക്കിന് വിക്കിയുടെ ആ കുടുംബം എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായത്. ശരിക്കും ആ അവസ്ഥയുടെ കാരണക്കാരൻ മാർക്ക് തന്നെയാണ്. മാർക്കിന്റെ കൂടെ വിക്കി ലാമിങ് നിന്നതുകൊണ്ടാണ് ജിയാങ് ഗു അന്ന് വിക്കി ലാമിങ്ങിന്റെ കുടുംബത്തെ ആ പരുവമാക്കിയത്. അതേ ജിയാങ് ഗു പിന്നീട് മാർക്കുമായി സൗഹൃദത്തിലാവുകയും ചെയ്തു. മാർക്ക് വിക്കിയോട് പറഞ്ഞു, വിക്കി, നീ നാളെ തന്നെ ജിയാങ് ഗുവിനെ പോയിന്ന് കാണും. ഞാൻ കാര്യങ്ങൾ ഏർപ്പാട് ചെയ്തേക്കാം. ഇത് ഇങ്ങനെ പോയാൽ പറ്റില്ല. ജിയാങ് ഗുവിന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കിന്റെ ബിസിനസ്സാണ്. മാർക്കിന്റെ കീഴിലാണ് ജിയാങ് ഗു. ജിയാങ് ഗുവിന്റെ ബിസിനസിന്റെ പകുതി ലാഭം ഇപ്പോൾ മാർക്കിനാണ്. മാർക്ക് പറയുന്ന ആളെ പാർട്ട്ണറാക്കാൻ സ്വാഭാവികമായിട്ട് ജിയാങ് ഗു തയ്യാറാവുകയും ചെയ്യും. ജിയാങ് ഗുവിനെ ചെന്ന് കാണാൻ വിക്കിക്ക് നിർദ്ദേശം കിട്ടിയപ്പോൾ വിക്കിക്ക് അത് സന്തോഷമായി. വിക്കിയുമായി ചിൽടൗണിലേക്ക് മടങ്ങുമ്പോൾ മാർക്ക് വിക്കി ഉപദേശിക്കുന്നതും കൾട്ടിവേഷൻ കണ്ടിന്യൂ ചെയ്യാനാണ്. ഏകദേശം രാത്രിയോടുകൂടിയാണ് മാർക്ക് ഫെല്ലർ ചിൽടൗണിൽ മടങ്ങിയെത്തുന്നത്. വിക്കിയെ വീട്ടിലാക്കിയതിനു ശേഷം മാർക്ക് വീട്ടിലേക്ക് മടങ്ങി വന്നു. വീട്ടിൽ മടങ്ങി വരുമ്പോഴും അവിടെ ടാനിഷി മരുന്നുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതിനകത്ത് വലിയ ഹരമാണ്. മാർക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആ ഫോർമുലകൾ പ്രാക്ടീസ് ചെയ്യാൻ അവൾ സകല സമയം വിനിയോഗിക്കുകയാണ്. ആ കാഴ്ച സ്വാഭാവികമായിട്ടും മാർക്കിനെ തെല്ലുന്ന പോലെ സന്തോഷിപ്പിക്കുന്നത്. പിറ്റേ ദിവസം യാങ് സിറ്റിയിലേക്ക് പോകാനാണ് മാർക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. യാങ് സിറ്റിയിലേക്ക് പോകാനായി മാർക്ക്
ഏകദേശം റെഡി ആയപ്പോഴാണ് മാർക്കിന് വിന്നിയുടെ കോൾ വന്നു. മാർക്ക് ഉടൻ തന്നെ വിന്നിയെ കാണാനായി തൊട്ട് സമീപത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് തിരിച്ചു. മാർക്ക് ആവശ്യപ്പെട്ട അനുസരിച്ചാണ് വിന്നി യഥാർത്ഥത്തിൽ മാർക്കിനെ വിളിക്കുന്നത്. മാർക്കിനെ കണ്ടതും വിന്നി മാർക്കിനോട് ചോദിച്ചു, മാർക്ക് എന്താ അടിയന്തരമായി എന്നെ കാണണമെന്ന് പറഞ്ഞു? വിന്നി, 2-3 കാര്യങ്ങളുണ്ട്. വെറും ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് എനിക്ക് ബ്ലാക്ക് കുടുംബത്തിനെതിരെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അതിന് ബിസിനസ് സപ്പോർട്ടും വേണം, കണക്ഷൻസ് വേണം. ബിസിനസ് സപ്പോർട്ട് ഉണ്ടാക്കാൻ ഓൾഡ് മാസ്റ്റർ സഹായിക്കും. ബ്ലാക്ക് കുടുംബത്തിന്റെ ഓൾഡ് മാസ്റ്റർ ഒരു ബിസിനസ് മാഗ്നറ്റാണ്. ചെറിയ മുടക്കുമുതലിൽ നിന്ന് തുടങ്ങിയാൽ പോലും ഓൾഡ് മാസ്റ്റർ വേഗം ബിസിനസ് വലുതാക്കും. അക്കാര്യം മാർക്കിന് ഏകദേശം ഉറപ്പാണ്. മാർഷൽ ആർട്സ് മേഖലയിൽ മാർക്കിൻ്റെതായ രീതിയിൽ വളരാൻ പറ്റും. ഇനി വേണ്ടത് കണക്ഷൻസാണ്. ബ്ലാക്ക് കുടുംബവും അതുപോലെ ഹാൻ കുടുംബവും പൈറോയിലെ ആ രാജ്യ തലസ്ഥാനത്ത് നിറഞ്ഞു നിൽക്കുന്ന കുടുംബങ്ങളാണ്. അവർക്ക് അവിടെയുള്ള എല്ലാ കുടുംബങ്ങളുമായി ബന്ധമുണ്ട്. ന്യൂ സെലസ്റ്റിലേക്ക് മാർക്ക് ഒരു യുദ്ധത്തിനായി ചെല്ലുമ്പോൾ മാർക്കിന് ഒരുപാട് സഹായം വേണ്ടി വരും. ആ കുടുംബങ്ങളിലെ ചെറുപ്പക്കാരുടെയും മുതിർന്നവരുടെയൊക്കെ ഒത്തിരി സപ്പോർട്ട് മെക്കാനിസം മാർക്കിന് വേണ്ടി വരും. മാർക്കിനെ സഹായിക്കാൻ കഴിയുന്ന കുറേ ആളുകളുടെ കണക്ഷൻ മാർക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ആ കണക്ഷൻ എങ്ങനെ ഉണ്ടാക്കണം എന്നതിനെക്കുറിച്ച് മാർക്ക് ആലോചിക്കുമ്പോൾ മാർക്കിന്റെ മനസ്സിൽ വന്ന ഏക രൂപം വിന്നി ഫാങ് ആണ്. അതുകൊണ്ടാണ് മാർക്ക് വിന്നിയോട് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് മാർക്ക് വിന്നിയോട് പറഞ്ഞു, വിന്നി, എനിക്ക് കണക്ഷൻസ് ഉണ്ടാക്കാൻ വിന്നിയുടെ സഹായം വേണം. മാർക്ക്, ഞാനങ്ങനെ വിന്നി, എനിക്കറിയാം വിന്നി വിചാരിച്ചാൽ ആളുകളെ കണക്ട് ചെയ്യാൻ കഴിയുമെന്ന്. വിന്നി ഫെങ്ങിന് രാജ്യത്തെ എല്ലാ നഗരങ്ങളിലും അത്യാവശ്യം ബന്ധങ്ങളുണ്ട്. അവൾ വളർന്ന് വലുതാകാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് രാജ്യ തലസ്ഥാനത്തും അവളുടേതായ കണക്ഷൻസ് ഉണ്ട്. ആ കണക്ഷനുകളിൽ നിന്ന് തുടങ്ങി മാർക്കിന് വേണ്ടി ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ചുമതലയാണ് വിന്നിക്ക് മാർക്ക് കൊടുത്തത്. മാർക്കും വിന്നിയും അത് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒക്കെ പ്ലാൻ ചെയ്യുന്ന അതേ സമയത്ത് മാർക്കിന്റെ വീടിന് മുന്നിൽ ഒരു കാർ വന്നു. ഒരു ഓഡി കാറാണ്, A8 എന്ന കാറാണ്. ശരിക്കും ഒരു പോഷ് കാർ. ആ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് സാക്ഷാൽ സൂസൻ ബ്ലാക്കാണ്. സൂസൻ ബ്ലാക്കും ഒരു ബോഡി ഗാർഡും കൂടി ആ വീടിന്റെ മുന്നിലെത്തി. ബെല്ലടിച്ചതും വാതിൽ തുറന്നത് നീൽ ഫ്ലമിംഗ് ആണ്. വാതിൽ തുറന്ന നീല് പുറത്തേക്കുന്ന സ്ത്രീയോട് ചോദിച്ചു, മാഡം എന്താ വേണ്ടേ? മാർക്ക് ഫെല്ലർ എവിടെ? മാഡം, മാർക്ക് ഇവിടെ ഇല്ല. അങ്ങനെ നീല് പറഞ്ഞതും നീലിനെ ഒന്ന് ഇടത് കൈ കൊണ്ട് തള്ളി മാറ്റിയിട്ട് ആ സ്ത്രീ അകത്തേക്ക് കടന്നു. അത് കണ്ടുകൊണ്ടാണ് താനിഷി ഓടി വന്നത്. നീലിനെ തള്ളി മാറ്റുന്ന ആ സ്ത്രീയോടായി താനിഷി ചോദിച്ചു, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വീടിനകത്തേക്ക് അതിക്രമിച്ച് കിടക്കുന്നു. താനിഷിയെ ഒന്ന് നോക്കിയിട്ട് സൂസൻ നീലിനോട് ചോദിച്ചു, മാർക്ക് എവിടെ? മാഡം, ഞാൻ പറഞ്ഞല്ലോ മാർക്ക് ഇവിടെ ഇല്ലാന്ന്. താനിഷിയും ഉടൻ മറുപടി പറഞ്ഞു, അതെ, മാർക്ക് ഇവിടെ ഇല്ല, മാർക്ക് പുറത്തു പോയിരിക്കുകയാണ്, നിങ്ങൾ പോയിട്ട് മാർക്കുള്ള പോരൂ. അങ്ങനെ താനിഷി പറഞ്ഞപ്പോൾ നീല് പതുക്കെ 2 സ്റ്റെപ്പ് പുറകോട്ട് മാറി. അവൻ്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ പുറത്തെടുത്തു. മാർക്കിന് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. വന്നിരിക്കുന്ന ആളുകൾ ശക്തരാണെന്ന് ഒറ്റ നോട്ട് തന്നെ നീലിന് മനസ്സിലായി. ആ സ്ത്രീക്ക് ഒപ്പമുള്ള ആ പുരുഷൻ അതിശക്തനായ ഒരു പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റർ ആണെന്ന് ഒറ്റ നോട്ട് തന്നെ വ്യക്തമാണ്. അതിനൊപ്പം അവൻ ഒരു കാര്യം കൂടി കണ്ടിരുന്നു. പുറത്ത് കിടക്കുന്ന കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ ന്യൂ സെലസ്ട്രി എന്നുള്ളതാണ്. രാജ്യ തലസ്ഥാനത്ത് നിന്ന് മാർക്കിനെ കാണാൻ വന്നിരിക്കുന്ന ആ ആളുകൾ കുഴപ്പക്കാരാണെന്നൊരു തോന്നൽ നീലിനുണ്ട്. അതുകൊണ്ട് മാർക്കിനെ വിവരമറിയിക്കാനായിട്ടാണ് അവൻ മൊബൈൽ എടുത്തത്. ഓടിക്കൂ എന്ന് മാർക്കിനോട് പറയാൻ വേണ്ടിയാണ് അവൻ യഥാർത്ഥത്തിൽ മൊബൈൽ എടുക്കുന്നത്. പക്ഷെ അവൻ മൊബൈൽ എടുത്തതും സൂസൻ ബ്ലാക്ക് കയ്യൊന്ന് നനയ്ക്കുന്നതും ഒരേ നിമിഷത്തിലാണ്. സൂസൻ ബ്ലാക്കും നീൽ ഫ്ലമിംഗും തമ്മിൽ ഏകദേശം ഒരു 6 അടി വ്യത്യാസമുണ്ട്. പക്ഷേ ആ 6 അടി ദൂരെ നിൽക്കുന്ന നീലിന്റെ കയ്യിലെ മൊബൈൽ അവർ കയ്യിൽ നനയ്ക്കുന്നതും കൈ നിന്ന് തെറിച്ചു. 6 അടി അപ്പുറത്ത് നിൽക്കുന്ന നീൽ ഫ്ലമിംഗിന്റെ കയ്യിലെ മൊബൈൽ അവർ കൈ നനയ്ക്കുമ്പോൾ തെറിക്കരുത്. അവർ കയ്യിൽ നനയ്ക്കിയതും ആ കൈക്കടുത്തുള്ള വായു ശരിക്കും ഒന്ന് ശക്തമായി അനങ്ങിയതാണ്. ഒരു കാറ്റ് അവിടെ ഉണ്ടായി. ആ കാറ്റാണ് നീലിന്റെ മൊബൈൽ എടുത്ത് തെറിപ്പിച്ചത്. മൊബൈൽ തെറിച്ചു വീണതും നീൽ അമ്പരപ്പോടെ സൂസനെ നോക്കിയതും സൂസൻ പറഞ്ഞു, വേലകൾ എൻ്റെ അടുത്ത് വേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് അവർ കയ്യെന്നുയർത്തി. ജസ്റ്റ് അവരത് കയ്യെന്നുയർത്തിയതും ഒരു വല്ലാത്ത പ്രഷർ ആ മുറിയിലുണ്ടായി. ആ പ്രഷറിൽ നീൽ പെട്ടെന്ന് കുനിഞ്ഞു പോവുകയാണ്. നീല് സർവ്വശക്തിയെടുത്ത് ആ പ്രഷറിന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ മുകളിലുള്ള പ്രഷർ കൂടുകയാണ്. ഇത് കണ്ടത് താനിഷി ഓടി മുന്നോട്ട് വന്നു. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ആ നിമിഷത്തിൽ തന്നെ അവര് വലത് കൈ ഉയർത്തി. താനിഷിന്റെ മുകളിലും പെട്ടെന്നൊരു പ്രഷർ വന്നു.
രണ്ടുപേരും താഴേക്ക് താഴ്ന്നു കണ്ടതും സൂസൻ ബ്ലാക്ക് കൂടെയുള്ള ബോഡി ഗാർഡിനോട് പറഞ്ഞു, ഇവർ രണ്ടുപേരെയും അവിടെ വാതിലിനടുത്ത് മുട്ടുകുത്തിച്ച് നിർത്തിയരെ, മാർക്ക് വരുന്നവരെ ഞാനിവിടെ നിൽക്കുക. അങ്ങനെ സൂസൻ ബ്ലാക്ക് പറഞ്ഞതും സൂസനൊപ്പമുള്ള ബോഡി ഗാർഡ് നീലിനെയും താനിഷയും കോർണർ തൂക്കി പുറത്തേക്കെടുത്തു. രണ്ടുപേരെയും ആ വീടിൻ്റെ വാതിലിനടുത്ത് കൊണ്ടുവന്നതും അയാൾ ബലമായി താഴേക്ക് താഴ്ത്തു. ശരിക്കും നീലിനും താനിഷയ്ക്ക് മുകളിൽ ഒരു പ്രശ്നം അനുഭവപ്പെട്ടതും അവൻ മുട്ടടിച്ച് താഴെ വീഴുകയായിരുന്നു. രണ്ടുപേരെയും വാതിലിന് അപ്പുറവും ഇപ്പുറവുമായി മുട്ടുകുത്തിച്ച് നിർത്തുകയായിരുന്നു ആ ബോഡി ഗാർഡ്. ഈ സമയത്ത് സൂസൻ ബ്ലാക്ക് വീടിനകത്ത് കടന്നു കഴിഞ്ഞു. ആദ്യത്തെ ആ പൂമുഖ മേഖല കഴിഞ്ഞ് അകത്തേക്ക് കിടന്ന സൂസൻ ബ്ലാക്ക് ആ വീടൊക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണ്. അവരുടെ മുഖത്ത് ഒരു പുച്ഛം അതിൻ്റെ എല്ലാ ഭാവത്തിലും നിർളിക്കുന്നുണ്ട്. ഈ വീട്ടിൽ താമസിക്കുന്ന ഒരുത്തനാണ് ബ്ലാക്ക് കുടുംബത്തിലെ എമിലി ബ്ലാക്കിനെ മോഹിക്കുന്നത്. ആ ഒരു ചിന്തയാണ് അവിടെ മുഖത്ത് പ്രതിഫലിക്കുന്നത്. അവർ ചുറ്റും ഇങ്ങനെ ഒന്ന് നോക്കുകയാണ്. അവിടെയുള്ള കസേരകളൊക്കെ അവർ നോക്കി. ബ്ലാക്ക് കുടുംബത്തിലെ കസേരകളുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒന്നുമല്ലോ അവിടെ ഉള്ളത്. മാർക്ക് ഒരു സാധാരണ മനുഷ്യൻ, ബ്ലാക്ക് കുടുംബം രാജകീയ പൗരീതിക്കുന്ന കുടുംബം. അതുകൊണ്ട് തന്നെ അവരുടെ ആ അഹങ്കാരം അവിടെ ആ നോട്ടങ്ങളിലേക്ക് പ്രതിഫലിക്കുകയാണ്. ഈ സമയത്താണ് മാർക്ക് ഫെല്ലർ ആ വീടിനടുത്തേക്ക് വരുന്നത്. വീടിനടുത്തേക്ക് കാർ ഓടിച്ചു വരുന്ന മാർക്ക് അല്പം ദൂരെ വെച്ച് തന്നെ വീടിന് മുന്നിൽ കിടക്കുന്ന ആ കാറ് കണ്ടു. ഒരു ഓടി A8 കിടക്കുന്നത്. മാർക്ക് രാജകീയ പ്രൗഢിയിലുള്ള ആ കാറ് അവിടെ കണ്ട അതേ നിമിഷത്തിൽ മാർക്കിന്റെ കാർ വരുന്ന ശബ്ദം നീലും കേട്ടു. നീൽ ഉറക്കെ മാർക്കിനെ കേൾക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞു, മാർക്ക് ഇങ്ങോട്ട് വരണ്ട, ഓടി രക്ഷപ്പെട്ടോ. മാർക്കിനെ രക്ഷിക്കാൻ വേണ്ടി ആ സമയത്തും തൻ്റെ കഴിവിൻ്റെ പരമാവധി ഒരു ശ്രമം നടത്തി നോക്കിയാണ് നീൽ ഫ്ലമിംഗ്. പക്ഷേ മാർക്ക് നീലിനെ വാക്ക് വകവയ്ക്കാതെ ആ ഓടിക്കാരൻ്റെ അടുത്തായി കാർ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. മാർക്ക് വേഗം അവിടേക്ക് ഓടിക്കയറി വരികയാണ്. വീടിൻ്റെ വാതിലിനടുത്തേക്ക് ഓടി വരുന്ന മാർക്ക് ലേശം ഞെട്ടലോടുകൂടിയാണ് ആ കാഴ്ച കണ്ടത്. ആ വാതിലിൻ്റെ രണ്ട് പുറത്തുമായി നീലും താനിഷയും മുട്ടുകുത്തി നിൽക്കുകയാണ്. തൊട്ടുപുറകിൽ ഒരാൾ നിൽപ്പുണ്ട്. അയാളെ കണ്ടതും മാർക്ക് അയാളോട് ചോദിച്ചു, ഏയ് നീയാണോ അവരെ കുനിച്ചീർത്തിപ്പിച്ചത്? ആണെങ്കിൽ എന്ത് എന്ന ശൈലിയിൽ ആ ബോഡി ഗാർഡ് മാർക്കിനൊന്ന് നോക്കിയതും മാർക്ക് ഒരു ഒറ്റയാടി. തികച്ചും അപ്രതീക്ഷിതമായിട്ട് ചോദ്യങ്ങളോ ഉത്തരങ്ങളോ പോലും ഇല്ലാതെ മാർക്ക് ആഞ്ഞടിക്കുകയായിരുന്നു. അടിയേറ്റ് ആ ബോഡി ഗാർഡ് ശരിക്കും വീടിനകത്തേക്ക് വീണു എന്ന് പറയാം. ആ നിമിഷത്തിൽ തന്നെ മാർക്ക് നീലിനെ താൻഷിയും പിടിച്ചെണീപ്പിച്ചു. മാർക്കിന്റെ കൈ ആ ബോഡി ഗാർഡിന്റെ പുറത്ത് പതിഞ്ഞതും അയാൾ നീലിനും താനിഷയ്ക്കും മുകളിൽ ഉയർത്തിയിരുന്ന ആ പ്രഷർ ആ നിമിഷം അപ്രത്യക്ഷമാവുകയായിരുന്നു. ഈ അടിയുടെ ശബ്ദം വീടിന് അകത്ത് കേട്ടു. അകത്തുണ്ടായിരുന്ന സൂസൻ ബ്ലാക്ക് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. വീടിനകത്തുനിന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് വരുന്നത് മാർക്ക് അപ്പോഴാണ് കാണുന്നത്. മാർക്ക് അവരോട് ചോദിച്ചു, ഏയ് ആരോട് ചോദിച്ചിട്ടാ വീട്ടിനകത്ത് കയറിയത്? ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ ആ സ്ത്രീ മാർക്കിനൊന്ന് നോക്കി. ഏയ് നീയാണോ മാർക്ക് ഫെല്ലർ? ഏയ് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാം. ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഇതിനകത്ത് കിടന്നത്? മാർക്ക് വീണ്ടും ആ ചോദ്യം ചോദിച്ചതും ആ സ്ത്രീ മാർക്കിന്റെ മുഖത്തേക്ക് കൗതുകപൂർവ്വം നോക്കിയിട്ട് മാർക്കിനോടായി പറഞ്ഞു, നിനക്ക് ഞാൻ ആരെന്ന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ആ സ്ത്രീ പറഞ്ഞതും മാർക്ക് അവരുടെ അടുത്തെത്തിയത് ഒരേ നിമിഷത്തിലാണ്. അവർ അവരെ പരിചയപ്പെടുത്താനായി വാ തുറന്നതും മാർക്ക് കൈ നിവർത്തി ഒരു അടിയാടി. അടിയേറ്റ് സൂസൻ ബ്ലാക്ക് ശരിക്കും ഒരു രണ്ടടി പുറകോട്ട് മറിഞ്ഞു എന്ന് പറയാം. അവർ പുറകിലുള്ള കസരിൽ ഏതാണ്ട് ഇടിച്ചു നിൽക്കുകയായിരുന്നു. അവര് ശരിക്കും ഞെട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് കുടുംബത്തിന്റെ ഷാൻഹായിയുടെ ഭാര്യയാണ് സൂസൻ ബ്ലാക്ക്. ബ്ലാക്ക് കുടുംബം ഇപ്പൊ പൂർണ്ണമായും ഷാൻഹായിയുടെ കയ്യിലാണ്. ആ ഷാൻഹായിയുടെ ഭാര്യ സൂസൻ ബ്ലാക്കിനെ ഇതാ ഒരു മാർക്ക് ഫെല്ലർ തല്ലിയിരിക്കുന്നു. ഞെട്ടിപ്പോയ സൂസൻ ബ്ലാക്ക് മാർക്കിനോട് പറഞ്ഞു, എടാ ഞാൻ ആരെന്ന് നിനക്കറിയാവോ? നിങ്ങൾ ആരെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ തല്ലിയത്. എന്തായാലും നിങ്ങൾ ഇതുവരെ വന്ന സ്ഥിതിക്ക് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നീ ചെന്നിട്ട് ആ ഷാൻഹായിയോട് പറയാം എമിലി എനിക്ക് വിട്ടുതരാൻ. അങ്ങനെ തന്നാൽ അവനെയും അവന്റെ കുടുംബത്തെയും ഞാൻ ജീവനോട് വെറുതെ വിടാം എന്നുകൂടി പറഞ്ഞേക്ക്. ഷാൻഹായിയോട് പറയാനുള്ള വാചകം കൂടി മാർക്ക് ഫെല്ലർ സൂസനോട് പറഞ്ഞതും സൂസന് എന്ത് പറയണം എന്ന് അറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. അവൾ പെട്ടെന്ന് ദേഷ്യത്തോടെ മാർക്കിനോട് പറഞ്ഞു, എടാ ഞാൻ ഇനി സംസാരിച്ചാൽ തിരിച്ചു പോകുമ്പോൾ പല്ലുകൾ കാണില്ല. മാർക്ക് അങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് അവർ അറിയാതെ വാ പൊത്തിപ്പോവുകയാണ്. ശരിക്കും മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അവരുടെ സകല പല്ലും അടിച്ച് ഇളക്കുമെന്ന് മാർക്ക് പറഞ്ഞതും പെട്ടെന്ന് അവര് വാതിൽ നേരെ ഓടി. വാതിലിന് പുറത്തിറങ്ങിയ അവർ മാർക്കിനെ നോക്കി ഉറക്കെ പറഞ്ഞു, എടാ നിന്നെ ഞാൻ വെറുതെ വിടില്ല.
അങ്ങനെ പറഞ്ഞിട്ട് അവർ തിരിഞ്ഞു നോക്കാതെ ഓടുകയാണ്. ആ ബോഡി ഗാർഡും കാറിൽ കയറി കഴിഞ്ഞു. അവരുടെ കാറ് അവിടുന്ന് മൂവ് ചെയ്യുമ്പോൾ മാർക്ക് ഫെറർ താനിഷ് നോക്കി. താനിഷിയുടെ കവിളിൽ ഒരു അടിയുടെ പാടുണ്ട്. അവരടിച്ചത് ആ സൂസൻ തന്നെയാണ്. ശരിക്കും താനിഷിയുടെ കവിളിലെ അടി കണ്ടപ്പോഴാണ് സൂസന്റെ കവിളിൽ ഒന്ന് പൊട്ടിക്കണമെന്ന് മാർക്കിന് തോന്നിയത്. താനിഷോടായി മാർക്ക് ചോദിച്ചു, താനിഷി വേദന ഉണ്ടോ? ഏയ് അതൊന്നും കുഴപ്പമില്ല. മാർക്കും താനിഷിയും പിന്നെ നീലും അന്ന് പകൽ ഏതാണ്ട് മരുന്നുണ്ടാക്കുന്ന പ്രക്രിയയിൽ തന്നെ കേന്ദ്രീകരിക്കുകയാണ്. ഈ സമയത്ത് ജീവനം കൊണ്ട് പറന്ന സൂസൻ ബ്ലാക്ക് ഏകദേശം സന്ധ്യ കഴിഞ്ഞപ്പോൾ ഷാൻഹായിയുടെ വസതിയിലെത്തി. ഷാൻഹായിയുടെ മുറിയിലേക്ക് ഓടിക്കേറിയ സൂസൻ ബ്ലാക്ക് ഷാൻഹായിയോട് പറഞ്ഞു, ഷാൻഹായി എത്രയും പെട്ടെന്ന് അവന് തീർക്കണം. ഷാൻഹായി എന്തോ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൂസൻ അങ്ങോട്ട് കയറി വരുന്നതും ആ വാചകം പറയുന്നത്. ഷാൻഹായി അവർ പറയുന്നത് ശ്രദ്ധിക്കാതെ പുസ്തകത്തിനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അത് കണ്ടതും സൂസൻ പറഞ്ഞു, ഷാൻഹായി നിങ്ങൾ ആ മാർക്ക് ഫെല്ലർ തീർക്കണം. മാർക്ക് ഫെല്ലർ എന്നുള്ള വാക്ക് കേട്ടതും ഷാൻഹായി പുസ്തകത്തിൽ നിന്ന് കണ്ണുയർത്തി. സൂസൻ നീ എന്തിനാ ഈ വിഷയത്തിൽ ഇടപെടുന്നത്? ഷാൻഹായി അവൻ എന്താ ചെയ്തെന്നറിയാവോ? അവൻ എന്താ ചെയ്തേ? ഷാൻഹായി ഇത് കണ്ട, എന്റെ ഈ കവിളിൽ അവൻ ആഞ്ഞടിച്ചു. ഷാൻഹായിയോട് സൂസൻ അത് പറഞ്ഞതും ഷാൻഹായി ചാടി എണീക്കുകയാണ്. ഷാൻഹായി ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അയാളുടെ ഭാര്യയുടെ കവിളിൽ മാർക്ക് ഫെല്ലർ അങ്ങനെ തല്ലുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. സൂസൻ നീ എന്താ പറഞ്ഞേ? നിന്നെ മാർക്ക് തല്ലിയെന്നു? അതങ്ങനെ സംഭവിച്ചേ? ഷാൻഹായി ഞാൻ അവനെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി ചിൽഷീർ വരെ പോയിരുന്നു. അവിടെ അവൻ വസതി ചെന്ന് അവനൊന്ന് ഉപദേശിക്കാമെന്നാണ് കരുതിയത്. അങ്ങനെ ഉപദേശിക്കാൻ ചെന്ന എന്നെ അവൻ തല്ലി. ഷാൻഹായി ഇത് അനുവദിക്കാൻ പറ്റില്ല. ഷാൻഹായിയുടെ ഭാര്യയെ മാർക്ക് ഫെല്ലർ പരസ്യമായി തല്ലിയെന്ന് നാട്ടുകാരറിഞ്ഞാൽ അതിന് നാണക്കേട് ഷാൻഹായിക്കാണ്. ബ്ലാക്ക് കുടുംബത്തിന്റെ സർവസ്വവും ഷാൻഹായി ആണെന്ന് ഷാൻഹായി സ്വയം ധരിച്ചിരിക്കുന്ന സമയമാണ്. നാട്ടുകാരറിഞ്ഞാൽ സ്വാഭാവികമായും ഷാൻഹായിയെ കളിയാക്കി ചിരിക്കും. ഷാൻഹായി എന്ത് ചെയ്യണമെന്നറിയാതെ അമ്പരം നിൽക്കുമ്പോൾ സൂസൻ ഷാൻഹായിയോട് പറഞ്ഞു, ഷാൻഹായി അവനെ തീർക്കാൻ എൻ്റെ കയ്യിൽ ഐഡിയ ഉണ്ട്. സൂസൻ ബ്ലാക്ക് ഒരു വ്യക്തമായ ആശയവുമായിട്ടാണ് ഷാൻഹായിയുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അവരാ വിഷയം ചർച്ച ചെയ്യുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ ചിൽഷെയറിലെ ചിൽടൗണിൽ നിന്ന് യാങ് സിറ്റിയിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു. യാങ് സിറ്റിക്ക് സമീപത്താണ് ഡാർക്ക് എർത്ത് വാലി ഉള്ളത്. യാങ് സിറ്റിയിലേക്ക് ചിൽഷെയറിൽ നിന്ന് ഏകദേശം ഒരു 5-6 മണിക്കൂർ പ്ലെയിനിൽ യാത്രയുണ്ട്. നല്ല ദൂരമുണ്ട് രണ്ട് സ്ഥലവും തമ്മിൽ. യാങ് സിറ്റിയിലേക്ക് മാർക്ക് യാത്ര തിരിച്ച് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ യാങ് സിറ്റിയിലെ കാവോഷാന്റെ വസതിയിൽ കാവോഷാന് മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ അടുത്ത് നിൽക്കുന്ന കാവോഷാന്റെ മകൻ കാവോഷാനോട് പറഞ്ഞു, അച്ഛാ മാർക്ക് യാങ് സിറ്റിയിലേക്ക് വരുന്നു എന്നൊരു വാർത്തയുണ്ട്. അവനെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അച്ഛാ എന്താ സംഭവം എന്നറിയില്ല, അവൻ ഇങ്ങോട്ട് വരുന്നു എന്ന് ഒരു വാർത്ത ഞാൻ അറിഞ്ഞു. നീ അതൊന്നും ആലോചിക്കണ്ട, അവൻ ഇവിടെ വന്നാൽ അവൻ ഇവിടെ അവസാനിക്കും. കാവോഷാൻ അക്കാര്യത്തിൽ വേറെ സംശയമൊന്നുമില്ല. അച്ഛാ അതല്ല, മാർഷൽ ആർട്സ് ഫോറത്തിൽ ഒരു വാർത്തയും കൂടി ഉണ്ട്. എന്ത് വാർത്ത? അച്ഛൻ മാർഷൽ ആർട്സ് ഫോറം നോക്കിയില്ലേ? നീ കാര്യം പറടാ. ചിൽഷീറിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. അവിടെ ഒരു ഹന്ന നടക്കുന്ന മേഖലയിൽ മാർഷൽ ആർട്ടിസ്റ്റുകളും മാർക്ക് തമ്മിൽ സംഘടന ഉണ്ടായി. 12 പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ മാർക്ക് കൊന്നു എന്നാണ് വാർത്ത. പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ മാർക്ക് കൊന്നു? അത് വെറുതെ കള പറയുന്ന അവിടെ അത് സംഭവിക്കത്തില്ല. മാർക്കിനെ ഞാൻ കാണുമ്പോൾ അവൻ വെറും ഒരു ഹാൻഡ്സ് മാസ്റ്ററാണ്. ഇപ്പൊ കൂടിപ്പോയ അവൻ പാസ് മാസ്റ്റർ ആകും. അവനെങ്ങനെയാ പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്ററെ നേരിടാൻ പറ്റുക? വെറുതെ ആരോ കളവ് പരത്തുന്നതാണ്. കാവോഷാന് താൻ എന്താണ് പറയുന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. കാവോഷാൻ മാർക്കിനെ നേരിട്ടതാണ്. അവിടെ ആ ചാങ് സിറ്റിയിലെ മാർഷൽ ആർട്സ് അസോസിയേഷൻ ഓഫീസിനകത്ത് വെച്ച് മാർക്കിനെ അയാൾ നേരിടുമ്പോൾ മാർക്കിന്റെ ശക്തി എന്താണെന്ന് അയാൾ കൃത്യമായി അറിഞ്ഞതാണ്. മാർക്കിനെ അയാൾ ശക്തമായി ഒന്ന് ഇടിച്ചാൽ മാർക്ക് അവസാനിക്കും. അത്രയേ ഉള്ളൂ മാർക്ക്. ആ മാർക്ക് പീക്ക് ലെവലിലെ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ കൊന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കാവോഷാൻ ഒരു മണ്ടനൊന്നുമല്ല. കാവോഷാൻ അയാളുടെ അഭിപ്രായം വളരെ വ്യക്തമായി അയാളുടെ മകനോട് പറഞ്ഞതും ഒരു സെർവന്റ് അങ്ങോട്ട് വന്നു. സാർ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. എന്നെ കാണാനോ? അതെ സാർ, അങ്ങയോട് വളരെ രഹസ്യമായി എന്തോ സംസാരിക്കാനുണ്ടെന്ന് അയാൾ പറഞ്ഞത്. അത് കേട്ടതും കാവോഷാൻ അയാളെ മസാജ് ചെയ്യായിരുന്ന ആളുകളോട് അവിടുന്ന് പിന്മാറാൻ പറഞ്ഞു. ആ സ്ത്രീകൾക്കൊപ്പം കാവോഷാന്റെ മകനും പുറത്തേക്ക് നീങ്ങിയതും ഒരു മധ്യവയസ്കൻ ആ മുറിയിലേക്ക് കടന്നു വന്ന ആള് കാവോഷാനെ കണ്ടതും കാവോഷാനോടായി പറഞ്ഞു, മിസ്റ്റർ കാവോഷാൻ, നിങ്ങൾ ഒരു വാർത്ത അറിഞ്ഞു കാണുമല്ലോ. വന്ന ആള് സ്വയം പരിചയപ്പെടുത്തു പോലും ചെയ്യാതെ കാവോഷാനോട് ആദ്യം ചോദിച്ച ചോദ്യം അതാണ്,
കവർഷൻ ലേശം അമ്പരപ്പോടെ ആ അപരിചിതനോട് ചോദിച്ചു, എന്തു വാർത്ത? മിസ്റ്റർ കവർഷൻ, നിങ്ങളെ കൊല്ലാനായി മാർക്ക് ഫെല്ലർ ഈ ചാങ് സീറ്റിലേക്ക് വരുന്നു എന്നാണ് ഞാൻ കേട്ട വാർത്ത. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.